നമ്മൾ ഈ അന്ത്യകാലത്ത് കർത്താവ് നമുക്ക് ശരിക്കും തരാൻ വന്നത് മിസ്സായി പോകുന്ന ഒരു സാഹചര്യം. നമ്മളതിന്റെ തിയോളജിക്കൽ സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ, അത് ഈ കൊറോണ കാലത്ത്, ഈ കോവിഡ് കാലത്ത്, ദുരന്തങ്ങളുടെ കാലത്ത്, ബിസിനസ് തകർച്ചകളുടെ കാലത്ത്, ഞാൻ പ്രത്യേകിച്ച് ഈ വർഷം ആദ്യം മാർച്ച് മാസം 13-ാം തീയതിയാണ് ഞാൻ ക്വാറന്റൈൻ്റെ ലൈഫിലേക്ക് മാറുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ഉദ്ദേശിച്ചത് വെളിയിലിറങ്ങി സോഷ്യലൈസിങ് ഇല്ലാത്ത, പുൾപിറ്റ് ഇല്ലാത്ത ഒരു 5-6 മാസം. അവസാനം ഞാൻ ബാംഗ്ലൂരിലെ AG-യിൽ ഒരു ചർച്ചിൽ സംസാരിച്ചിട്ടാണ് മാർച്ച് 15-ാം തീയതി വന്ന് റൂമിനകത്തേക്ക് കയറുന്നത്. പക്ഷെ എനിക്കിത് വളരെ അനുഗ്രഹകരമായ ഒരു 6 മാസമായിരുന്നു. എനിക്കത് എങ്ങനെ പറയണം കർത്താവിനോട് അറിയില്ലാത്ത നന്ദി എനിക്കുണ്ട്. കാരണം പ്രസംഗിച്ച് നടക്കുന്നതിനിടയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് എനിക്കൊന്ന് ശ്രദ്ധിക്കാനും പഠിക്കാനും, ദൈവം എന്താണ് പറയുന്നതെന്ന് എനിക്ക് പേഴ്സണലായിട്ട് ശ്രദ്ധിക്കാനായിരുന്നു ഈ 6 മാസം കർത്താവ് എനിക്ക് തന്നത്. അതിൽ ആദ്യ കാലത്ത് എന്നെ കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് പത്രോസിന്റെ ലേഖനത്തിലേക്ക് നടത്തി, ഇത് വായിക്ക് എന്ന ഒരു അരുളപ്പാട് പോലെ. ഞാൻ പത്രോസിന്റെ 2-ാം ലേഖനം എത്ര പ്രാവശ്യം വായിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ മെനി ടൈംസ്. കാരണം ഇത് ഒരു 2 മാസത്തോളം അത് മാത്രം വായിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ഗിവിംഗ് സെർമൺസ് I would have referred other passages also, but continuously reading this one, 2 Peter. അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ കൊറോണ പോലുള്ള കാര്യങ്ങൾ വരുന്നതെന്ന് ഉള്ളതിൻ്റെ ഒരു തിയോളജി, അന്ത്യകാലത്തിൻ്റെ ഒരു തിയോളജിയാണ് 2 Peter. നമുക്ക് തിയോളജി പഠിക്കാൻ വേറെ പുസ്തകങ്ങളൊന്നും ആവശ്യമില്ല. ബൈബിൾ ഈസ് ഇനഫ്. ബൈബിൾ ഗീവ്സ് എ സോളിഡ് തിയോളജി. വേദശാസ്ത്രം, ദൈവശാസ്ത്രം. നമുക്ക് പുറമേയുള്ള പുസ്തകങ്ങൾ വേണ്ടെന്നല്ല, അതെല്ലാം ഒരു സെക്കൻഡ് ലെവലിൽ മതി. നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിക്കാനും വിശദീകരണം പ്രാപിക്കാനും സ്വർഗത്തിൽ പോകാനും തേജസ് പ്രാപിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും ബൈബിൾ എന്നുള്ളൊരു പുസ്തകം ഉണ്ടെങ്കിൽ മതി. അപ്പോൾ ഇത് ഞാൻ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള 1-2 പരാമർശങ്ങൾ അവിടെ ഉണ്ട്. ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഉള്ള അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന ഒരു ദിവസം നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകും എന്നുള്ള ഒരു പ്രത്യാശയിലേക്കാണ് അതെല്ലാം നമ്മളെ നയിക്കുന്നത്. വൺ ഡേ ഐ ഷാൽ ബി ലൈക്ക് ക്രൈസ്റ്റ്. അതാണ് എൻ്റെ വിളി, അതാണ് എൻ്റെ തെരഞ്ഞെടുപ്പ്. ആ വിളിയും തെരഞ്ഞെടുപ്പും ഞാൻ ഉറപ്പുവരുത്തേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ആ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ വിശ്വാസത്തോടു കൂടെ വീര്യത്തോടുകൂടി പരിജ്ഞാനവും അങ്ങനെ വർദ്ധിച്ച് ക്രിസ്തുവിന്റെ ജീവന്റെ പങ്കാളിത്തത്തിൽ ഞാൻ വളർന്ന് അത് സ്നേഹത്തിലെത്തുമ്പോൾ, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. അപ്പം നമ്മൾ ശരിക്കും വിളിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? അത് ക്രിസ്തുവിന്റെ തേജസ്സിലേക്കും ക്രിസ്തുവിന്റെ ഭവനത്തിലേക്കും ആണ് എന്ന് ഞാൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? വിളി എങ്ങോട്ടാണ്? തെരഞ്ഞെടുപ്പ് എന്തായി മാറാനുള്ളതാണ്. എന്തിനാണ് നമ്മളെ കർത്താവ് കഷ്ടപ്പെട്ട് ഈ ലോകത്തുനിന്ന് വേർപിടുത്തി എടുത്തത്? വാട്ട് വാസ് ഹിസ് അജണ്ട ആൻഡ് വാട്ട് വാസ് ഹിസ് പേർപ്പസ്? നമ്മൾ എന്താണ് ആയിത്തീരാൻ പോകുന്നത്? ഇത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇന്ന് പലപ്പോഴും മതത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു സ്ലിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ സഭകളിൽ വലിയൊരു പങ്ക് സഭകളും വർക്ക്സ് ആസ് എ ഡിസ്പെൻസറി ഓഫ് കോമൺ ഗ്രേസസ്. ഡിസ്പെൻസറി എന്ന് പറഞ്ഞാൽ ഡിസ്പെൻസ് ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുന്ന, അതായത് നമുക്ക് ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഡിസ്പെൻസറി സാധാരണ പറയുന്നത്. ഡിസ്പെൻസിങ് മെഡിസിൻസ്, എന്ത് വേണമെങ്കിലും ഡിസ്പെൻസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും വിൽക്കാം. ഇപ്പൊ ഡിസ്പെൻസറി എന്ന് പൊതുവെ പറയുമ്പം ഒരു മരുന്ന് കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ചർച്ച് ഒരു ഡിസ്പെൻസറി ആയിട്ട് നമ്മൾ പരിഗണിച്ചാൽ, ഇന്ന് ചർച്ച് വിതരണം ചെയ്യുന്ന ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളല്ല, കോമൺ ഗ്രേസസ് ആണ്. 2 തരത്തിലാണ് ദൈവിക കൃപ വർക്ക് ചെയ്യുന്നത്. ഒന്ന് കോമൺ ഗ്രേസ് എന്ന് പറയും, അതായത് പൊതുവായ ദൈവകൃപ. ഈ പൊതുവായ ദൈവകൃപ എന്ന് പറയുന്നത് ലോകത്തിൽ വിശ്വാസികളല്ലാത്തവർക്കും ലഭിക്കാവുന്ന കൃപകളെയാണ് നമ്മൾ പൊതുവായ ദൈവകൃപ എന്ന് പറയുന്നത്. കോമൺ ഗ്രേസ്, സാധാരണ കൃപ, അതായത് ഡിസ്പെൻസിങ് ഓഫ് കോമൺ ഗ്രേസ്. ഫോർ എക്സാമ്പിൾ ഹീലിംഗ്, അത് വിശ്വാസിക്ക് മാത്രമല്ല അവിശ്വാസിക്കും ലഭിക്കാം. മണി, കടഭാരം മാറിപ്പോകുന്നു, രോഗം മാറുന്നു, ഇതൊക്കെ വിശ്വാസിക്ക് മാത്രമല്ല. ധനം, ആരോഗ്യം,
സുഖം, സൗഖ്യം, ദീർഘായുസ് വിശ്വാസിക്ക് മാത്രമല്ല ഈ ലോകത്തിൽ ലഭിക്കുന്നത്. ദൈവത്തെ നിഷേധിക്കുന്നവർക്കും വിഗ്രഹാരാധികൾക്കും എല്ലാം പണം ലഭിക്കുന്നുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്, ദീർഘായുസുള്ളവരുണ്ട്. ഇതിനെല്ലാം ദൈവം മഴ പെയ്യ്ക്കുമ്പോൾ അവൻ നീതിമാന്റെ മേലും നീതികെട്ടവന്റെ മേലും ഒരുപോലെ പെയ്യ്ക്കുന്നത് പോലെയാണ് ദൈവം കോമൺ ഗ്രേസുകൾ വിതരണം ചെയ്യുന്നത്. ഒരാളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഇത് ദൈവം തന്നു നാം പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ അതേ അവകാശവാദം ഒരു അവിശ്വാസിക്കും ഉന്നയിക്കാം എന്നുള്ളതാണ്. അത് നമുക്ക് എതിർക്കാനും പറ്റില്ല. കാരണം നമുക്കത് ക്ലെയിം ചെയ്യാമെങ്കിൽ അവർക്കും അത് ക്ലെയിം ചെയ്യാം. കാരണം ഇത് കോമൺ ഗ്രേസ് ആണ്. അവരറിയാത്ത ഒരു കാര്യം അവർക്കും നമ്മുടെ യഥാർത്ഥ ഏക സത്യ ദൈവം തന്നെയാണ് ഈ അനുഗ്രഹങ്ങൾ നൽകുന്നത്. കാരണം ഈ കോമൺ ഗ്രേസ് കൊടുക്കുമ്പോൾ ദൈവം ആളുകളെ നോക്കാറില്ല, വിശ്വാസത്തെ നോക്കാറില്ല, ദുഷ്ടനാണോ നീതിമാനാണോ എന്ന് നോക്കാറില്ല. മഴ പെയ്യ്ക്കുമ്പോൾ ഭൂമിയിൽ നല്ല വിളവുണ്ടാകുമ്പോൾ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ കുരുമുളകിനും ഏലക്കായ്ക്കും വില കൂടുമ്പോൾ, എൻ്റെ പേരൻസ് ഇടുക്കിയിലാണ്, അതുകൊണ്ട് അവരുടെ കൺസേൺ അതാണ് ബേസിക്കലി. ഓക്കെ, ഇപ്പൊ എൻ്റെ ഫാദർ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ഈ പെൻഷനർ ആണെങ്കിലും ഈ വരുമാനം എപ്പോഴും നോക്കുന്നത് ഈ പറമ്പിലെ വരുമാനമാണ് പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, തലയിൽ കൂടെ ഓടുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എപ്പോഴും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏലക്കായ്ക്ക് വില കൂടി. ദൈവം സഹായിച്ചെന്ന് പറയാൻ പറ്റില്ല, കാരണം ദൈവം അപ്പൊ എല്ലാവരെയും അങ്ങ് സഹായിച്ചേക്കുക. ഏലക്കായ്ക്ക് വില കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറയുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കും. ഇറ്റ്സ് നോട്ട് ഗിവൺ ടു ബിലീവേഴ്സ്. അപ്പൊ ഈ ബ്ലെസ്സിങ്സ്, ഈ അനുഗ്രഹങ്ങൾ ദൈവികമാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ദൈവം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് സ്പെഷ്യൽ ആൻഡ് യുണീക്ക്. ദീസ് ബ്ലെസ്സിങ്സ് ആർ നോട്ട് സ്പെഷ്യൽ ആൻഡ് യുണീക്ക് ടു ക്രിസ്ത്യൻസ്. അത് ക്രിസ്ത്യാനിക്ക് പ്രത്യേകമായി ലഭിക്കുന്നതല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ പിന്നെ എന്താണ് ക്രിസ്ത്യാനിക്ക് സ്പെഷ്യലായിട്ട് ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്? സഭകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? Church shall never be a dispensary of common graces, but church should learn how to dispense the special, very special graces, Christ-centric graces. ക്രിസ്തു കേന്ദ്രീകൃതമായ കൃപകളുടെ വ്യാപാരമാണ് സഭയിൽ നടക്കേണ്ടത്. The riches in Christ. ക്രിസ്തുവിലുള്ള ധനസമൃദ്ധിയാണ് ഒരു സഭയിൽ വ്യാപാരം ചെയ്യപ്പെടേണ്ടത്, പ്രാപിക്കപ്പെടേണ്ടത്, നൽകപ്പെടേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. സഭയിൽ മാത്രമല്ല, ഒരു കുടുംബത്തിൽ, ബന്ധങ്ങളിൽ. കോമൺ ഗ്രേസിന്റെ വിതരണം അല്ല, സ്പെഷ്യൽ ഗ്രേസിന്റെ വിതരണമാണ്. ആ സ്പെഷ്യൽ ഗ്രേസിന്റെ വിതരണത്തിനകത്ത് നമുക്ക് 2-3 ദിവസം കൊണ്ടൊന്നും തീരുന്ന വിഷയമല്ല ഇത്. ഈ സ്പെഷ്യൽ ഗ്രേസിന്റെ വിതരണം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ പല തരത്തിൽ അതിനെ വിഭജിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പല തരത്തിൽ അതിനെ വിഭജിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ ചില വാക്യങ്ങൾ, ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള പുതിയ നിയമ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചില ഡയറക്റ്റ് വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാം. There is no outside interpretation, no theologizing, just reading the scripture. Okay, 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ബ്ലെസ്സിങ്സിന്റെ ഒരു ചെറിയ ലിസ്റ്റ്, ബട്ട് വെരി കോംപ്രിഹെൻസീവ് ലിസ്റ്റ് അവിടെ കാണാം. നമുക്ക് നോക്കാം. 1 കൊരിന്ത്യ ലേഖനം 1, ഞാൻ വായിക്കാം, വാക്യങ്ങളെല്ലാം ഞാൻ വായിച്ചോളാം. ഓക്കെ, ഒന്നാമത് സൂമിലായതുകൊണ്ട് അതിന്റെ ഡിലേ ഒരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ എവിടെ നിർത്തണമെന്ന് ഞാനാണല്ലോ എന്തായാലും തീരുമാനിക്കുന്നത്. ഇപ്പൊ ഈ 1 മണിക്കൂർ അല്ലെ, അപ്പൊ ഞാൻ എവിടെ നിർത്തണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ അത് ചിലപ്പം നിർത്തുന്ന പറയുമ്പോൾ നിങ്ങൾ കേട്ടെന്ന് വരില്ല. സോ എവറി ടൈം ഐ വിൽ റീഡ്. ഓക്കെ, ഒന്നാമത് ഷെയർ ചെയ്യാൻ വേണ്ട. ഈ ഷെയർ ചെയ്താൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ അനുവദിക്കായിരുന്നു. ഒരു പാസ്റ്റർ വന്നപ്പോഴാണ് പറഞ്ഞത് ഷെയർ ചെയ്താലുള്ള പ്രോബ്ലം ആകെപ്പാടെ ബൈബിൾ തുറക്കുന്ന ആൾക്കാരും കൂടെ ബൈബിൾ തുറക്കില്ല, എന്നാൽ പിന്നെ ഷെയറിങ് വരുമല്ലോ, കണ്ടോളാന്ന് വിചാരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കയ്യിൽ ബൈബിൾ ഒന്ന് തുറന്ന് വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ കുറച്ചുകൂടെ നിൽക്കും. അതുകൊണ്ട് ഈ കയ്യിൽ ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് തുറന്ന് ഇത് വായിച്ചാൽ, വേറൊന്നിനും അല്ല കേട്ടോ, ഒരു അമിത ഭക്തി കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല, കുറച്ചും കൂടെ നമ്മളിത് കണ്ണുകൊണ്ട് പുസ്തകത്തിൽ നോക്കി വായിക്കുമ്പോൾ ഒരു ഓർമ്മ, ഞാനിത് കണ്ടല്ലോ എന്നൊരു ഓർമ്മ നമുക്ക് കുറച്ചുകൂടെ ഉണ്ടാവും. സോ ദാറ്റ് വിൽ ബി ബെറ്റർ ദാൻ റീഡിങ് ഓൺ എ ഷെയർഡ് സ്ക്രീൻ. ഓക്കെ, ഷെയർഡ് സ്ക്രീനിൽ വായിക്കുമ്പോൾ നമുക്ക് വലിയ ബാധ്യതയില്ല. അതാണ് 1 കൊരിന്ത്യ ലേഖനം 1-ന്റെ 30-ാം വാക്യം നമുക്ക് വായിക്കാം. 30-ാം വാക്യം നമ്മുടെ വിഷയം 30 വാക്യം മാത്രമാണ്, അതുകൊണ്ടാണ് അതൊരു വലിയ തീമാണ്, അതിലേക്ക് നമുക്ക് പോകാൻ ഇപ്പൊ സമയമില്ല. വി ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ദ ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങളോ അവനാൽ, ദാറ്റ് മീൻസ് ബൈ ഗോഡ്സ് എലക്ഷൻ. നമ്മൾ ഇന്നലെ കണ്ടു ബൈ ഗോഡ്. നിങ്ങളോ അവനാൽ, ബൈ ഗോഡ്സ് എലക്ഷൻ, ബൈ ഗോഡ്സ് പ്രൊവിഡൻസ്, ബൈ ഗോഡ്സ് ഇറ്റേണൽ ഗ്രേസ്. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അപ്പോ വി ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിൽ. നമ്മൾ ഇന്നലെ കണ്ടു എഫേസ്യ ലേഖനത്തിൽ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പ്രയോഗം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നിലും.
എന്റെ വചനം നിങ്ങളിലും വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സോ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ നിയമപ്രയോഗമാണ്. ഇൻ ക്രൈസ്റ്റ്, ആൻഡ് ദാറ്റ്സ് എ സ്റ്റാറ്റസ് ദാറ്റ് ഗോഡ് ഗേവ് us ഇൻ ഹിസ് ഗ്രേസ്. നമുക്ക് അർഹതയൊന്നും ഇല്ലായിരുന്നു ക്രിസ്തുവിൽ ഇരിക്കാൻ, ബട്ട് ദാറ്റ് വാസ് സംതിങ് ദാറ്റ് ദ ലോർഡ് ഗേവ് us ആസ് എ ഗിഫ്റ്റ്. അവിടെ പറയുന്നത് ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാമാണ് ലഭിക്കുന്നത്. ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? 1, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും, ഓക്കെ, ജ്ഞാനവും എന്തൊക്കെയായി തീർന്നു? നീതിയും ശുദ്ധീകരണവും വീണ്ടെടുക്കും ആയി തീർന്നു. ഹി ബിക്കെയിം ടു us ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട എസെൻഷ്യൽ ബ്ലെസ്സിങ്സ്, റൂട്ട് ബ്ലെസ്സിങ്സ്, ഫൗണ്ടേഷണൽ ബ്ലെസ്സിങ്സ്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം. ഓക്കെ, അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ വാക്യം എഴുതിയിരിക്കുന്നത് വിസ്ഡം ഫ്രം ഗോഡ് എന്നാണ്. ശരിക്കും വിസ്ഡം ഫ്രം ഗോഡ് എന്നുള്ളത് ബൈബിളിലെ മറ്റു ഭാഗങ്ങളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പരിജ്ഞാനം എന്ന വാക്കിലാണ്, വിസ്ഡം. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് മാത്രമേ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. ജ്ഞാനം എന്ന് പറയുന്നത് പൊതുവെ നോളജ് ആണ്. ബട്ട് ഇത് വിസ്ഡം എന്ന വാക്ക് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ബെറ്റർ ട്രാൻസ്ലേറ്റഡ്, ബെറ്റർ റെൻഡേർഡ് ഇഫ് ദേ ഹാഡ് മെൻഷൻഡ് പരിജ്ഞാനം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പരിജ്ഞാനം. അപ്പൊ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ ബ്ലെസ്സിങ്. അത് വളരെ കോസ്റ്റ്ലി ബ്ലെസ്സിങ്ങും കൂടെയാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനം. വി ഗെറ്റ് ദാറ്റ് പരിജ്ഞാനം ഓൺലി വെൻ വി ഡൈ വിത്ത് ഹിം. അവന്റെ കൂടെ മരിക്കാതെ അവന്റെ പരിജ്ഞാനത്തിന്റെ ആ ഒരു തലം നമുക്ക് തുറക്കയില്ല. അതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഐ അബാൻഡൻ എവരിത്തിങ്. അതിന് താഴെ പറയുന്നത് അതിനുവേണ്ടി ഞാൻ അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് അനുരൂപപ്പെടുന്നു എന്നാണ്. അപ്പൊ ക്രിസ്തുവിൽ നിന്നുള്ള പരിജ്ഞാനം നമുക്കൊരു ധനമാണ്. പക്ഷെ അതിനുള്ള തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒത്തിരി ജ്ഞാനങ്ങളുണ്ട്, ആൻഡ് വി ആർ നോട്ട് റെഡി ടു കോംപ്രമൈസ് ദാറ്റ് തിങ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവ്യമായ നോളജ് നമുക്ക് ലഭിക്കില്ല. കാരണം വി ആർ ഓൾറെഡി സാച്ചുറേറ്റഡ് വിത്ത് വേൾഡ്ലി സെൻസ്, വേൾഡ്ലി നോളജ്. നമ്മൾ ഈ ലോകത്തിന്റെ അറിവിനാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ക്രിസ്തുവിന്റെ ജ്ഞാനം, പരിജ്ഞാനം പലപ്പോഴും നമുക്കൊരു ബോഷ്കായി അനുഭവപ്പെടും. അല്ലെങ്കിൽ ഇംപ്രാക്ടിക്കൽ, നോട്ട് പ്രാക്ടിക്കൽ, നടക്കാത്ത കാര്യം എന്ന ഒരു രീതിയിലേക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പരിജ്ഞാനം എന്ന വാക്ക് ശരിക്കും സൂചിപ്പിക്കുന്നത്, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം എപ്പോഴും, പരിജ്ഞാനം ഈസ് ഈക്വൽ ടു WWJD. അതാണ് പരിജ്ഞാനം. എന്താ പറഞ്ഞേ? WWJD. അത് പണ്ടുകാലത്ത് അമേരിക്കയിൽ ഉണ്ടായ ഒരു സ്ലോഗനാണ്, ഒരു മുദ്രാവാക്യമാണ് ക്രിസ്ത്യൻസിനിടയിൽ, റാഡിക്കൽ ക്രിസ്ത്യൻസിനിടയിൽ. അത് ഒരു പുസ്തകവും അതിന്റെ പേരിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പുസ്തകത്തിന്റെ പേരൊക്കെ മറന്നുപോയി, കാരണം ഐ റെഡ് ദാറ്റ് ലോങ് ബാക്ക്. എനിക്ക് പുസ്തകങ്ങളുമായിട്ട് അത്ര വലിയ ബന്ധം ഇപ്പോൾ ഇല്ല. കാരണം 2011 ശേഷം ഞാൻ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. കാരണം അത് ബൈബിൾ മാത്രം വായിച്ചാൽ ബൈബിളിൽ എന്താണെന്ന് മനസ്സിലാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ശരിക്കും കർത്താവിന്റെ കണ്ണ് തുറന്നത് ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പം ആ പുസ്തകത്തിൽ ഒരു സ്റ്റോറി ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു പാസ്റ്റർ അമേരിക്കയില് ഒരു ദിവസം ഒരു ഭിക്ഷക്കാരനെ പോലെ വേഷം കെട്ടി സഭയുടെ വെളി വന്നിരിക്കുകയാണ്. പുതിയ പാസ്റ്ററാണ് ആണെന്ന് തോന്നുന്നു. അപ്പം ഈ സഭയിലെ വിശ്വാസികൾ അദ്ദേഹത്തെ ഒതുക്കുന്നതും സൈഡിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നതും ധിക്കരിക്കുന്നതൊക്കെ, അങ്ങോട്ട് മാറിയിരിക്കുന്നൊക്കെ പറയും, ചുമ്മാ ഇട്ട് തട്ടുക. അപ്പൊ ഇദ്ദേഹത്തിന് വിഷമം തോന്നുകയാണ്. ശരിക്കും അദ്ദേഹം അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പുള്ളി കോയിൻ ചെയ്തൊരു വേർഡാണ് അവരെ പഠിപ്പിച്ച, പാസ്റ്ററായിട്ട് വന്നിട്ട് അവരെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ ക്രിസ്ത്യ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നത് ഈ WWJD, വാട്ട് വുഡ് ജീസസ് ഡു. ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. ഇതാണ് പരിജ്ഞാനം. എനിക്കൊരു പ്രശ്നമുണ്ട്, യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. അതാണ് വിസ്ഡം. ക്രിസ്തു നമ്മുടെ വിസ്ഡം ആയി മാറുകയാണ്. യുദ്ധം ചെയ്താൽ എനിക്ക് ജയിക്കാം, പക്ഷെ ക്രിസ്തു ആയിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു. ഈ ചോദ്യത്തിലേക്ക് വരികയാണ്. ആ ചോദ്യത്തിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നത് നമുക്ക് ദൈവം ഈ പരിജ്ഞാനം ദാനമായി തരുന്നത് കൊണ്ടാണ്. ഇതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. സ്പിരിച്വൽ ബ്ലെസ്സിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. പക്ഷെ പരിജ്ഞാനം എന്ന ബ്ലെസ്സിങ് ഒരു പാല് കുടിക്കുന്ന തലത്തിലുള്ള വിശ്വാസികൾക്ക് സാധാരണഗതിയിൽ അത് ഇഷ്ടപ്പെടാറില്ല. കാരണം നമ്മളിൽ മിക്കവരും ഈ അന്ത്യകാലഘട്ടത്തിൽ
അന്ത്യകാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് പരിജ്ഞാനത്തിലേക്ക് പോകുന്ന വിശ്വാസികൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളത്. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിലും എബ്രായ ലേഖനം 5:11 മുതൽ 6:6 വരെയുള്ള ഭാഗങ്ങളിലും നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലമാണ് പാല് കുടിക്കുന്ന ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, കട്ടി ആഹാരം കഴിക്കാൻ പ്രാപ്തിയില്ലാത്തവർ, നന്മ തിന്മകളെ ആത്മാവിന്റെ അടിസ്ഥാനത്തിൽ വിവേചിക്കാൻ പറ്റാത്തവർ. അങ്ങനെയുള്ളവർക്ക് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് എബ്രായ ലേഖനത്തിലും 1 കൊരിന്ത്യ ലേഖനത്തിലും പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും ചൈൽഡിഷ് ക്രിസ്ത്യാനിറ്റി, റിമൈനിങ് എ ചൈൽഡ് ഈവൻ ആഫ്റ്റർ ബീങ് ബോൺ അഗെയിൻ ഫോർ 10-20 ഇയേഴ്സ്, 10-20 വർഷമായിട്ടും വീണ്ടും ജനിച്ചിട്ടും ചൈൽഡിഷ്നെസ് മാറാത്ത വിശ്വാസികൾ, അവർ പരിജ്ഞാനത്തിലേക്ക്. അപ്പൊ പരിജ്ഞാനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോസ്റ്റ്ലി ബ്ലെസ്സിങ്. പൗലോസ് പറയുന്ന പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം എനിക്ക് ലാഭമായിരുന്നതെല്ലാം എനിക്ക് നഷ്ടമായി കാണാൻ മാത്രം, യേശുവിന്റെ മരണത്തോട് എന്നെ സദൃശ്യപ്പെടുത്തുവാൻ മാത്രം ബ്യൂട്ടിഫുൾ ആയിരുന്നു ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്നാണ്. എനിക്കിതിന്റെ ചില അനുഭവങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങൾ പലരും ഈ യൂട്യൂബിലൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു പ്രസംഗവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ചാനലും ഇല്ല. യാതൊരു വിധത്തിൽ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ആരെങ്കിലുമൊക്കെ ചെയ്തോളും, അതാണ് എൻ്റെ ഉദ്ദേശം. ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നും. ദൈവത്തിന്റെ ഇഷ്ടമാണ് ആരൊക്കെ കേൾക്കണം, അത് ദൈവം. എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുക, പ്രസംഗിക്കുക, വിളിക്കുന്നിടത്തെല്ലാം പ്രസംഗിക്കുക. എത്ര പേരുണ്ടെന്ന് അന്വേഷിക്കുക, എവിടെയാണെന്ന് അന്വേഷിക്കില്ല, എന്ന് ഞാൻ ചോദിക്കാറില്ലായിരുന്നു. പ്രസംഗിക്കുക, വിടുക, കർത്താവിന് വിട്ടേക്കുക. അപ്പൊ അവിടെ ഞാൻ ഈ ഒരു കഥ, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം ഞാൻ യൂട്യൂബ് പല പ്രസംഗങ്ങളിൽ അത് ചിലപ്പോൾ കാണുമായിരിക്കാം. കാരണം ഈ പരിജ്ഞാനത്തിന്റെ ഒരു ഗ്ലിംസ് എനിക്ക് കിട്ടിയത് ഇങ്ങനെ, എൻ്റെ അനുഭവങ്ങളിലൂടെ കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വചനത്തിന്റെ വ്യാഖ്യാനം. ഞാനൊരു ദിവസം ഒരു കാറില് കോട്ടയത്തിനടുത്ത് ഞാലിയാകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തോടെ പോവുമായിരുന്നു. അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, വളരെ ടൈറ്റ് ട്രാഫിക് ഉള്ളൊരു ജംഗ്ഷനാണ്. അപ്പൊ ഞാൻ അവിടെ ഈ ട്രാഫിക് പോലീസുകാരനോട് നിർത്താൻ പറഞ്ഞ് നിർത്തി. ഇപ്പൊ പുറകെ ഒരു ബൈക്ക് വന്നൊരു സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിന്റെ പുറകില് ഒരാൾക്ക് ഇരിക്കാന്ന് പറഞ്ഞ ആകാശത്തിരിക്കുന്ന പോലെ, അതുപോലത്തെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ബൈക്ക് ഉണ്ട്. പിള്ളേർക്ക് ഇങ്ങനെ പറപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി. അത് വളരെ സ്പീഡിൽ എൻ്റെ പുറകിലൂടെ വന്നിട്ട് എൻ്റെ കാറിന് ഒരൊറ്റ ഇടി വെച്ചു. ഈ കാറിന്റെ 2 ബമ്പറും ബൾജ് ഔട്ടായി. അവനൊന്നും പറ്റിയില്ല, അവൻ്റെ വണ്ടിക്കൊന്നും പറ്റി. അവൻ ഈ വണ്ടി നീക്കി എൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി. കാരണം ട്രാഫിക് ആയതുകൊണ്ട് വണ്ടി പോകുന്നില്ല. ഞാൻ വിൻഡോ താഴ്ത്തിയിട്ട് അവനോട് ചോദിച്ചു, എന്തു പറ്റി? അവൻ പറഞ്ഞു, സാറേ ബ്രേക്ക് കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, 2 ലക്ഷം രൂപയുടെ വണ്ടി നീ മേടിച്ചിട്ടും അതിൻ്റെ കൂടെ ബ്രേക്ക് കിട്ടിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ശബ്ദം ഉണ്ടായി. ഞാൻ അവനെ ഒരു തമാശയോട് ഇരുത്താൻ ശ്രമിക്കുമായിരുന്നു. കർത്താവിൻ്റെ ഒരു ശബ്ദം എൻ്റെ മുമ്പിലുണ്ടായി, എൻ്റെ ഉള്ളിലുണ്ടായി. എന്നോട് ചോദിച്ചു, നീ ആരുടെ രാജ്യമാണ് സ്ഥാപിക്കാൻ പോകുന്നത്? ഞാൻ രാജാവായല്ലോ, എന്നെയാണല്ലോ ഇടിച്ചത്, ഞാനാ ഇടിച്ചെങ്കിൽ ഞാൻ പ്രതിയാ. അപ്പൊ ഞാൻ അവനെ കൈകാര്യം ചെയ്യുക, രാജാവ് ഞാനാ. കർത്താവ് എന്നോട് ചോദിച്ചു, നീ ആരുടെ രാജ്യമാണ് സ്ഥാപിക്കുന്നത്? പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നു, വാട്ട് വുഡ് ജീസസ് ഡു? ഈ പയ്യനെ നോക്കിയിട്ട് എൻ്റെ വണ്ടിയെ നോക്കിയാൽ, എൻ്റെ വണ്ടി ഒരു ആ ടയർ അല്ല ആ ബമ്പർ മാറാൻ ചിലപ്പോൾ 6000 രൂപയിലോ ആവും. പക്ഷെ ഇവന്റെ ആത്മാവിന്റെ വില, ഞാൻ അവനോട് ചൂടാവുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താ? പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, കർത്താവായിരുന്നെങ്കിൽ ഈ വണ്ടിയുടെ ബമ്പറിനാണോ വില, അതോ ആ മനുഷ്യന്റെ ആത്മാവിനാണോ വില? ഒരു നിമിഷം ഞാൻ കർത്താവിന് പറഞ്ഞു, കർത്താവ് എൻ്റെ 7000 രൂപയല്ല, ആ വണ്ടിക്ക് കിട്ടാവുന്ന മാക്സിമം ഒരു 2.5-3 ലക്ഷം രൂപ, അത് പോയാലും ഇവന്റെ ആത്മാവിനോളം വലുതല്ല. ഞാൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഒരു സെക്കൻഡാ ആ ഒരു തോട്ട് വന്ന് കൈ വീശി കാണിച്ചു, അവൻ പോയി. എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് പുറകോട്ട് നോക്കുമ്പോൾ സങ്കടമുണ്ട്, പൈസ കയ്യിലില്ല, അത് കൊടുക്കണം. അന്നത്തെ കാലം ഞാൻ പറയുന്നത്. നിങ്ങൾ പെട്ടെന്ന് ഇന്നില്ല എന്ന് വിചാരിക്കരുത്, നിന്റെ പൈസ ഉണ്ട്. പക്ഷെ എൻ്റെ പുറകോട്ട് നോക്കുമ്പം എനിക്ക് ഭയങ്കര വേദന തോന്നുന്നുണ്ട്. പക്ഷെ കർത്താവ് എന്ത് സമ്മതിക്കില്ല. കാരണം വാട്ട് വുഡ് ജീസസ് ഡു? അതിനപ്പുറത്ത് നമുക്ക് നീതിയൊന്നും ഇല്ല.
അതിനപ്പുറത്തൊരു നീതിയുടെ ക്ലെയിം ഇല്ല. അപ്പൊ പരിജ്ഞാനം ഈസ് കോസ്റ്റ്ലി, ബട്ട് ദാറ്റ്സ് ഇമ്മൻസ്ലി ജോയ്ഫുൾ. അതിപ്പോ ഓർക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം. കാരണം ഗോഡ് സ്പോക്ക് ടു മീ ആൻഡ് ഐ കുഡ് സ്മൈൽ അറ്റ് ഹിം. അപ്പൊ അത് ഇന്ന് ആലോചിക്കുമ്പോഴും, മേ ബി 3 years ബാക്ക്, അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം. ആ സന്തോഷത്തിന് തുല്യമാവില്ലായിരുന്നു അവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് 7000 രൂപ വാങ്ങിച്ചായിരുന്നു. അവന്റെ ശാപം, അവന്റെ വീട്ടിലെ എല്ലാം ഇടിച്ചു പിഴിഞ്ഞിട്ടായിരിക്കും അവൻ ആ ബൈക്ക് മേടിച്ചത്. അമ്മയുടെ കയ്യിലുള്ളതും അപ്പന്റെ കയ്യിലുള്ളതും. നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുമോ ഈ മനുഷ്യൻ കൊള്ളാമല്ലോ എന്ന്. പിന്നെ ഞാൻ തോറ്റുപോയിട്ടുണ്ട്. ഈ പരിജ്ഞാനത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈറ്റ് റോപ്പ് വാക്കിംഗ്. അപ്പൊ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അപ്പൊ ക്രിസ്തുവിൽ നമുക്ക് ഒരു വലിയ ബ്ലെസ്സിങ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ലിവ് ലൈക്ക് ജീസസ് ലിവ്ഡ്, നോട്ട് ഇൻ പെർഫെക്ഷൻ. പെർഫെക്റ്റ് ആയിട്ടല്ല, അതേ ആത്മാവിൽ ജീവിക്കാൻ പറ്റും. അതേ തോട്ട്സിനാൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് പോസിബിൾ ഓൺലി ഫോർ എ ബിലീവർ. അതുകൊണ്ടാണ് ഇതിനെ സ്പെഷ്യൽ ഗ്രേസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഗ്രേസ് എന്ന് പറയുന്നത് വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രം ഉള്ളതാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് സെർവ്ഡ് ഔട്ട്സൈഡ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, വിശുദ്ധിയെ കുറിച്ച് കേൾക്കുമ്പോൾ, അത് ക്രിസ്തുവിലുള്ള സ്പെഷ്യൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അത് മോറൽ ടീച്ചിങ് ആണ്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ദ വേൾഡ്. വേൾഡിലും അത് തന്നെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്, എല്ലാ മതങ്ങളിലും അത് പ്രസംഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ്. അത് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ മക്കൾക്ക് മാത്രമുള്ള അവകാശമാണ്. ഈ കനാന്യ സ്ത്രീ വന്ന്, സിറോഫൈനേക്യൻ സ്ത്രീ വന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് അവൾക്ക് അത്ഭുതം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? വൈ വാസ് ജീസസ് സോ ക്രൂവൽ അപ്പാരന്റ്ലി അങ്ങനെ കാണപ്പെട്ടത്? അവിടെ കർത്താവ് പറയുന്നത് യേശുക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിട്ടാണ്, അത്ഭുതങ്ങളായിട്ടല്ല. നോട്ട് ജസ്റ്റ് ദ ഓസംനെസ് ഓഫ് ഇറ്റ്, അല്ല മിറാക്കുലസ് എലമെന്റ് അല്ല അതിനകത്ത് പ്രധാന കാര്യം. വാട്ട് ഹീസ് ഡൂയിങ് എന്നുള്ളതും അല്ല, ഹൂ ഹീ ഈസ് എന്നുള്ളതാണ്. അവൻ ആരാണെന്നുള്ളതിന്റെ വെളിപ്പെടുത്തലാണ് അടയാളം. അതൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ്, നോട്ട് കോമൺ ഗ്രേസ്. അത്ഭുതമായിട്ട് കാണുമ്പോൾ അതൊരു കോമൺ ഗ്രേസ് ആണ്. ആഹാരം എല്ലാവർക്കും വേണം, സൗഖ്യം എല്ലാവർക്കും വേണം, അതുപോലെ കടഭാരം എല്ലാവരുടെയും മാറണം, ജോലി എല്ലാവർക്കും വേണം. അത് ക്രിസ്ത്യാനിക്ക് മാത്രം കിട്ടിയാൽ മതി ജോലി. കൊറോണ വന്ന ക്രിസ്ത്യാനിയുടെ മാത്രം മാറിയാൽ മതിയോ? പോരാ. അപ്പോൾ കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഓൾ. ഇപ്പൊ നിങ്ങൾ ഒരു അവിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും രോഗസൗഖ്യം ഉണ്ടാവും. ദുരാത്മാവ് ബാധിച്ച ഒരാളെ വേണ്ടി പ്രാർത്ഥിച്ചാൽ ദുരാത്മാവ് വിട്ടുപോകും, പോയേ പറ്റൂ. കാരണം ദാറ്റ്സ് എവ്രി വൺസ് റൈറ്റ്, നോട്ട് ജസ്റ്റ് ഫോർ ബിലീവേഴ്സ്. അപ്പൊ കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും റൈറ്റ് ആണ്. രോഗം വന്നാൽ അത് മാറുന്നത് എല്ലാവരുടെയും റൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ക്രിസ്തുവിലുള്ള സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഓൺലി ഫോർ ദോസ് ഹു ആർ ബോൺ അഗെയിൻ, വിശ്വാസത്താൽ വീണ്ടും ജനിച്ചവർക്ക് മാത്രമായിട്ട് കർത്താവ് നൽകും. വേറെ ആർക്കും ആക്സസിബിൾ അല്ലാത്തതാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വാക്യവും വേറൊരാളോട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വാക്യവും, ഒരു ഉപദേശവും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, പാസ്റ്റർ എന്തോരോ പ്രസംഗിച്ചേക്കുന്നത്, ഇതിനകത്തൊന്നും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞുണ്ടല്ലോ, എപ്പോഴും പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുവിൻ. അത് മാത്രം മതിയോ? ഞങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പറയുന്നില്ലല്ലോ. പരിജ്ഞാനത്തിന്റെ വചനം എന്ന് പറയുന്നത് വിശ്വാസത്താൽ ഉളവാകുന്ന ക്രിസ്തുവിന്റെ ജീവനാണ്. ആ ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ ഉരുവാവുക എന്നുള്ളതാണ് പരിജ്ഞാനം. ആൻഡ് ഹൗ ഹി വുഡ് ഹാവ് ലിവ്ഡ് എന്നുള്ള അതിന്റെ വെളിപ്പാടാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വരേണ്ട വെളിപ്പാട് വാട്ട് വുഡ് ജീസസ് സ്പീക്ക് എന്നുള്ളതാണ്. എന്ത് കർത്താവ് നിങ്ങളോട് പറയുമായിരുന്നു? ഇന്ന് രാത്രി കർത്താവ് വരാൻ പോവാണ്, വി ഹാവ് ഓൺലി 1 hour ആൻഡ് ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു us. എന്ത് പറയും? ഇതാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഞാനൊരു പ്രസംഗ തൊഴിലാളി ആകാൻ പാടില്ല. എന്റെ മുമ്പിൽ കർത്താവുണ്ട്, ഞാൻ കുറെ പ്രസംഗങ്ങൾ ഉണ്ടാക്കി ഒരു ഹീറോ ആകാൻ വേണ്ടി ഇറങ്ങാൻ പാടില്ല. എന്റെ പ്രലോഭനം അതായിരിക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഈ പ്രസംഗവേദി. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ സ്ലാൻഡറസ് ആയിട്ടുള്ള ഒരു കാര്യം എന്നെ കുറിച്ച് ഒരാൾ പറഞ്ഞെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൈൻഡ് ചെയ്യേണ്ട, അത് ഇട്ടൊക്കെ. ഞാൻ പുള്ളി, ഞാൻ ആരാ ഇത് പറഞ്ഞു? ഞാൻ പുള്ളി പറഞ്ഞു, അതെ ഈ ചില ഗ്യാങ് ഉണ്ട്, അതായത് ആരും വളർന്ന് മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവരെ തക്ക സമയത്ത് ഒതുക്കാനുള്ള ഒരു ഗ്യാങ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മതഭേദങ്ങളെ നുഴയിക്കും. ഇതിനിടയ്ക്കോടെ എന്തെങ്കിലും ഒരു വാക്യത്തിന്റെ പകുതി എടുക്കും.
അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് നാളെ ആരും എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആരും പ്രസംഗിക്കാൻ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ബോദർ അബൌട്ട് സച്ച് തിങ്സ്. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാൻ ടൈമില്ല. ദൈവം നിർത്താൻ പറഞ്ഞാൽ അപ്പൊ തന്നെ നിർത്തുക. സോ മൈ പോയിന്റ് ഈസ്, വാട്ട് വുഡ് ജീസസ് ഡു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒന്നും തരാനില്ല. ബിക്കോസ് എവറി ടൈം ദ ലോർഡ് ഹാസ് ടു സ്പീക്ക് ടു അസ്. അതാണ് പരിജ്ഞാനം നമ്മളെ പഠിപ്പിക്കുന്നത്. വീട്ടില് ഭർത്താവ് മോശമായിട്ട് പെരുമാറുന്നു, ഭാര്യ എന്ത് ചെയ്യണം? കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു? അവിടെ അത് മാത്രമാണ് നമ്മുടെ നീതി. അതാണ് പരിജ്ഞാനം. വാട്ട് വുഡ് ജീസസ് ഡു, ആൻഡ് ദാറ്റ് ഡിഫൈൻസ് റൈച്ചസ്നെസ്. റൈച്ചസ്നെസ് എന്നുള്ളതല്ല, നമ്മുടെ ജീവിത വഴി അതാണ്. ഓക്കെ, പരിജ്ഞാനം. പരിജ്ഞാനം കോസ്റ്റ്ലി എന്ന് നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്താണ് പരിജ്ഞാനം? ഉദാഹരണത്തിന്, നിങ്ങൾ ആരെങ്കിലും വളരെ ദരിദ്രാവസ്ഥയിലൂടെ പോവുകയാണെന്ന് വിചാരിച്ചോ. ചുമ്മാ ഒന്ന് സങ്കല്പിച്ചു നോക്കിയോ. നിങ്ങൾ പാസ് എടുത്തെന്ന് പറയാണ്, ദൈവത്തെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ട് അവിശ്വാസിയാണ്. നിങ്ങൾ പാസ് എടുത്ത് ഇങ്ങനെ പറയാം, പാസ്റ്ററെ എനിക്ക് വളരെ സാമ്പത്തിക പ്രതിസന്ധിയാണ്, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല പാസ്റ്റർ. അപ്പൊ പാസ്റ്റർ അയാളോട് പറയുവാണ്, മോനെ പ്രാർത്ഥിക്കും, ദൈവം സഹായിക്കും. അപ്പൊ ഈ പുള്ളിക്ക് ഒരു വിവരം കിട്ടി. എന്താണ്? ദൈവം പ്രാർത്ഥന കേൾക്കും. വിവരം കിട്ടി. അതവന് വിവരമാണ്. അവൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് പണം തരണേ, എന്റെ കടഭാരം കൊണ്ട് ഞാൻ മുടിഞ്ഞു പോവാണ്, കർത്താവേ എന്നെ സഹായിക്കണേ. കർത്താവ് സഹായിച്ചു. അവന്റെ കടഭാരം മാറി. അപ്പൊ അവനൊരു കാര്യം മനസ്സിലായി, അറിഞ്ഞു. നേരത്തെ വിവരം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അവനത് അറിവായി മാറി. അവനിപ്പോ പറയും, വേറൊരാൾ ചോദിച്ചാൽ പറയാം, അറിയാമോ, പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഇപ്പൊ അറിവായി. ഇപ്പൊ വിവരം അറിവും തമ്മിലുള്ള വ്യത്യാസം ഇതാ. ഞാനൊരു എക്സാമ്പിളിൽ പറയാം. ഒരു ദിവസം ഒരു 10 വർഷം മുമ്പ് ഞങ്ങൾക്ക് രണ്ടാമതുണ്ടായ ആൺകുഞ്ഞ്. ഒന്നാമത്തെ കുട്ടി ഞാനിപ്പോൾ +2 പഠിക്കുന്നു. ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത 3 പിള്ളേരുണ്ട്. ഒരാൾ മാരി ചെയ്തു, സെറ്റിലായി, 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞ് HIV പോസിറ്റീവാണ്. അവൻ ബാംഗ്ലൂരിൽ ഒരു കെയർ സെന്ററിൽ ഇപ്പം ഞങ്ങൾക്ക് അവനെ മാറ്റേണ്ടി വന്നു. പിന്നെ ഒരു മോള് 12th പഠിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾക്ക് 5ാമതൊരു മോൻ ഉണ്ടായിരുന്നു. പക്ഷെ 1.5 വയസ്സിൽ അവൻ മരിച്ചു. 10 വർഷം ആയി ആ മരണം സംഭവിച്ചിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സ്ട്രഗിളിലൂടെ എൻ്റെ ഭാര്യ കടന്നു പോകുന്നു. പാൽ കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാവുക. ഒരു വേദന, പെയിൻ. ഇപ്പൊ ഞാൻ ഈ പ്രസവ സമയത്ത് ഗർഭകാലത്തൊക്കെ അനുഭവിച്ച ഭയങ്കര കഷ്ടത കണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു സ്ത്രീയായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്, എന്തുമാത്രം വേദനയാണ് അവർ സഹിക്കുന്നത്, പിള്ളേരെ വളർത്താൻ. ഇപ്പൊ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുക, ഇത് ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാം? അത് ശരിയാണല്ലോ, അത് എനിക്ക് എങ്ങനെ അറിയാം? അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അത് ആർക്കാ അറിയാവുന്നത്? അതിൻ്റെ ഭാര്യയ്ക്ക് അറിയാവുന്നത്. എനിക്കത് വേദനാജനകമാണെന്നൊരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, ഒരു വിവരം മാത്രമേ ഉള്ളൂ, അറിവില്ല. ദൈവത്തെക്കുറിച്ച് ഇന്ന് ഒത്തിരി വിവരം നമുക്കറിയാം, പക്ഷെ അറിവ് വളരെ കുറവാണ്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചവനായ ക്രിസ്തുവിനെ ആജീവനാണ്. ആ അറിവിന്റെ അടുത്ത പരിജ്ഞാനം. അപ്പൊ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് വരുമ്പം അത് അവിശ്വാസിയുടെ എക്സാമ്പിൾ പറ്റില്ല. ഒരു വിശ്വാസി ഒന്ന് കർത്താവിനോട് പറയാണ്, പാസ്റ്ററെ അവിശ്വാസിയുടെ എക്സാമ്പിളിലൂടെ പറ്റില്ലാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചോദിച്ചോ? വൈ ദിസ് ഈസ് കോൾഡ് എ സ്പെഷ്യൽ ബ്ലെസ്സിങ്? പരിജ്ഞാനം എന്തുകൊണ്ട് സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ്? ഒരു വിശ്വാസി ഒന്ന് പാസ്റ്റർ പറയാണ്, പാസ്റ്ററെ ഒരു നയാ പൈസ കയ്യിലില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എൻ്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞിരിക്കും. അപ്പൊ പാസ്റ്റർ പറയും, പരിജ്ഞാനത്തിലേക്ക് നടത്തുന്ന പാസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ പറയാം, സഹോദര, നമ്മൾ എല്ലാവിധ ജീവിത അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതാണ്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങളെ സഹായിക്കാമെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷെ എൻ്റെ ഇല്ല. അല്ലേ ഉണ്ട്, ഉള്ളത് തരാം, എന്തെങ്കിലും ആട്ടെ, അതുകൊണ്ടൊന്നും തീരുന്നില്ല. അതുകൊണ്ട് സഹോദര, യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന് ടാക്സ് കൊടുക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. യൂദായുടെ കയ്യിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടായിരുന്നിരിക്കാം, പക്ഷെ അവൻ അടിച്ചു മാറ്റുന്നോണ്ടായിരിക്കാം തക്ക സമയത്തൊന്നും ഇല്ലായിരുന്നു. തല ചായ്ക്കാൻ ഇടമില്ലായിരുന്നു. ഒരു അംഗീകാരം സമൂഹത്തിലുണ്ടായിരുന്നില്ല. ശരിക്കും ഏറ്റവും താണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു. ശിഷ്യന്മാർക്ക് വേണ്ടി രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് ആഹാരം വിളമ്പി കൊടുത്തു.
അവരുടെ കാല് കഴുകി അവരെ ശുശ്രൂഷിച്ചു. രോഗം ശീലിച്ചവനും കഷ്ടം സഹിച്ചവനുമായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. പാസ്റ്റർ പരിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. ചില സമയത്ത് സഹോദര, നമ്മളും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു ചെറിയ പങ്കാളിത്തം എടുക്കാൻ ദൈവം അനുവദിക്കും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇടുക്കു വഴിയിൽ കർത്താവിന്റെ കൈപിടിച്ച് നടക്കുന്ന ആ ഒരു യാത്രയുടെ ഒരു സുഖം അറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ് ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല ബ്രദർ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നടത്തട്ടെ. ഇത് പരിജ്ഞാനം. ഇതാരാ വിശ്വാസിയോട് പറഞ്ഞു നോക്കി? അവന് മനസ്സിലാവത്ത് പോലുമില്ല എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്. അപ്പൊ ശരിക്കും ആ ഒരു യാത്ര നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ പാല് കുടിക്കുന്ന അടിസ്ഥാന വേദോപദേശങ്ങളിൽ നിന്ന് മാറണം. സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക്, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരുന്നതിന് there is a growth. We need to grow beyond our flesh limits. കർത്താവിന്റെ പരിജ്ഞാനം മനസ്സിലാക്കുവാൻ ശിഷ്യന്മാരുടെ ചെവി, യെശയ്യാവിന്റെ 50:4 പറയുന്നത് ശിഷ്യന്മാരുടെ ചെവി ഉണ്ടാകുന്ന കാര്യമാണ്. ശിഷ്യന്മാരുടെ ചെവി എനിക്ക് അവൻ നൽകിയിരിക്കുന്ന പറയുന്നത്. ശിഷ്യന്മാരുടെ ചെവിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പരിജ്ഞാനത്തിന്റെ ശബ്ദങ്ങൾ പിടിച്ചെടുക്കുന്നത്. They will listen to more things than ordinary people would listen. ഇപ്പം നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പാസ്റ്റർ. എന്താണെന്നറിയോ? പരിജ്ഞാനത്തിന്റെ വചനങ്ങൾ പിക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്പൺനെസ് ഹൃദയത്തിൽ വരാത്തോണ്ടാണ് ശിഷ്യന്റെ ചെവി കിട്ടാത്തതുകൊണ്ട്. ഈ ശിഷ്യന്റെ ചെവി കിട്ടുമ്പോൾ മറ്റുള്ളവർ കാണാത്തത് നമ്മൾ വചനത്തിൽ കാണും. ബിക്കോസ് ദ ലോർഡ് സ്പിരിറ്റ് വിൽ ഇൻസ്പയർ us into revelations. അത് പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കേ പറ്റുള്ളൂ. പാൽ കുടിക്കുന്നവർക്ക് അത് കിട്ടില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. യേശു ക്രിസ്തു ഉപമകളായി പലപ്പോഴും സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രധാന വിഷമം എന്ന് പറയുന്നത്, ഇത്രയും ആൾക്കാർ സംഘടിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാകാതെ പോകുന്നല്ലോ കർത്താവ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. They were really sad that many people didn't understand what Jesus were telling at that time. Jesus was saying at that time. അപ്പൊ ശരിക്കും കർത്താവിന്റെ ഒരു ഉപമ, ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപമയാണ് വിതക്കാരന്റെ ഉപമ. പരിജ്ഞാനം അടഞ്ഞു പോകുന്ന എങ്ങനെയാണെന്നാ കേട്ടോ, വിതക്കാരന്റെ ഉപമ. ഈ വിതക്കാരന്റെ ഉപമ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് 3-4 ദിവസം പറയാൻ സാധ്യതയില്ലെങ്കിൽ പോലും സഹോദരങ്ങളെ, ഇത് 1-2 പറയുമ്പോഴേക്കും ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാനല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങളിൽ വസിക്കുന്ന അഭിഷേകം തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നു. ഇഫ് യു ആർ റെഡി ടു എൻറ്റർ ഇൻ ടു ദാറ്റ് ഗ്രോത്ത്, കട്ടിയാഹാരം കഴിക്കാനുള്ള ഗ്രോത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ഒരു ഉപദേഷ്ടാവിനെ പോലും നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ അത് വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഉപദേഷ്ടാക്കന്മാർ എപ്പോഴും വടിയും ഒക്കെ ആയിട്ട് നടക്കേണ്ടി വരുന്നത്. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ് ഈ വിതക്കാരന്റെ ഉപമ. വിതക്കാരന്റെ ഉപമയിൽ നടക്കുന്ന ഒരു കാര്യം കർത്താവ് ഇങ്ങനെയാ പറയുന്നത്: വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ വഴിയെ വീണു, കുറെ പാർസ്ഥലത്ത് വീണു, കുറെ മുള്ളിനിടയിൽ വീണു, കുറെ നല്ല സ്ഥലത്ത് വീണു. ഓക്കെ, ശരി. വഴിയെ വീണത് പക്ഷി കുത്തിക്കൊണ്ടുപോയി, പാറയപ്പുറത്ത് വീണത് മണ്ണിന് ആഴമില്ലാത്തതിനാൽ ഉണങ്ങിപ്പോയി, മുള്ളിനിടയിൽ വീണത് വളർന്നെങ്കിലും മുള്ളും കൂടെ വളർന്നതിന് ഞെരിച്ചു കളഞ്ഞു. നല്ല നിലത്ത് വീണത് 100, 60, 30 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവികളും കേൾക്കട്ടെ, ടാറ്റ ബൈ ബൈ. കർത്താവ് പോയി, അടുത്ത ഉപമയിലോട്ട് പോയി. കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുക, എന്താ ഈ മനുഷ്യൻ പറഞ്ഞ്? വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ നന്നായി, ബാക്കിയുള്ളതൊക്കെ പോയി. അതിനെന്താ വേണം? വാട്ട് ഇസ് ഇറ്റ്? ഇദ്ദേഹം കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. പണ്ടാരൻ്റെ ഒരു കഥ എഴുതിയിട്ടുണ്ട്, കർത്താവ് തന്നെയാണ് ഈ ക്രൂശ് ഉണ്ടാക്കിയെന്ന് കാർപ്പൻട്രി വർക്കിന്റെ സമയത്ത്. എനിക്കറിയാൻ വയ്യ കർത്താവിന് ഈ റോമ ഗവൺമെന്റിന് ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ക്രൂശ് ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു ചെയ്തിരുന്നത്. ഡു യു തിങ്ക് സോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കും. നമുക്ക് കലയുണ്ടെങ്കിൽ വാസന ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. അങ്ങനെ പലരും ചിന്തിച്ച് നിർമ്മിത കഥകൾ അടിച്ചുവിടാറുണ്ട്. ഓക്കെ, ഇപ്പൊ എന്ത് കാർപ്പൻട്രി വർക്ക് വേണ്ടിയിട്ട് കൃഷിപ്പണി പഠിപ്പിക്കാൻ തുടങ്ങി എന്നേ ചിന്തിക്കുള്ളൂ. വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ നല്ല നിലം നോക്കി വിതയ്ക്കണം എന്നാണ് ഉദ്ദേശിക്കുക. ഈ പ്രാവശ്യം നമ്മൾ ഗോതമ്പ് വിതയ്ക്കുമ്പോൾ നല്ല നിലം നോക്കി വിതച്ചേക്കാം, ഏതായാലും മെഷിക പറഞ്ഞതല്ലേ. അതാണോ കർത്താവ് പറഞ്ഞത്? ആർക്കൊന്നും മനസ്സിലായില്ല. ശിഷ്യന്മാർ എന്ന് അടുത്ത് എന്നിട്ട് കർത്താവിന് ചോദിക്കുക രാത്രിയിൽ, കർത്താവേ, നീ ഇങ്ങനെ ഉപമയായിട്ട് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവും? ഈ ജനങ്ങൾ മുഴുവൻ വന്നിട്ട് ഒന്നും മനസ്സിലാക്കാതെ പോയില്ലേ? ഞാനിപ്പം കല്ലിശ്ശേരി IPCയുടെ മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാത്ത കുറെ കഥകൾ പറഞ്ഞിട്ട് വന്നു. നിങ്ങൾ പാസ്റ്ററിനെ ചോദിക്കില്ല, ഇയാളെ എവിടെ നിന്ന് കിട്ടി? എന്താ ഈ മനുഷ്യൻ പറഞ്ഞു? ഒരു വകയും ഞങ്ങൾക്ക് മനസ്സിലായില്ലോ.
അപ്പൊ പാസ്റ്റർ എന്നോട് ഒന്ന് പറയാം, പാസ്റ്റർ അവർക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയാതെ, കർത്താവ് എങ്ങനെ പറഞ്ഞല്ലോ, അവർ കണ്ണുണ്ടെങ്കിലും കാണാതെയും ചെവി ഉണ്ടെങ്കിലും കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതിരിക്കേണ്ടത്, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഉപമ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാണ്, അവർക്ക് കണ്ടോണ്ടിരിക്കും ഒന്നും മനസ്സിലാകരുത്, കേട്ടോണ്ടിരിക്കും ഒന്നും ഗ്രഹിക്കരുത്. അങ്ങനെ ആകാൻ വേണ്ടിയാണ്, അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപമയായിട്ട് പറഞ്ഞു. എങ്ങനെ ഉണ്ടാവും അത്? പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, കർത്താവ് അന്ന് ശിഷ്യന്മാരുടെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒരു വാക്കൂടെ പറഞ്ഞു, ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരവുണ്ട്, ബാക്കിയുള്ളവർക്ക് അതിന്റെ വരവില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വേണ്ടവര് എൻ്റെ അടുത്ത് വരട്ടെ. കാരണം അവർക്ക് കിട്ടാനുള്ള അത്രയൊക്കെ ഉള്ളൂ. സഭകളിൽ പോയി ചില ആളുകൾ ബാക്കിലിരിക്കും, ഒന്നും കേൾക്കില്ല. പ്രസംഗം നല്ലതായിരുന്നു അവർക്കറിയാം, നല്ല വെടിയും പുകയുമായിരുന്നു, പക്ഷെ എന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല. നല്ല പ്രസംഗമായിരുന്നു ബ്രദറെ, എന്താ ഉണവായിരുന്നു, എന്താ പ്രസംഗിച്ചത്, എന്താ പ്രസംഗിച്ചേ, നീ ഓർക്കുന്നുണ്ടോ? അതില്ല. അപ്പൊ ഇങ്ങനെ കേൾക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ പരിജ്ഞാനത്തിന്റെ വചനം കേൾക്കാൻ നമുക്കൊരു ശിഷ്യന്റെ ചെവി ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പരിജ്ഞാനം എന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ നോക്കാം. എബ്രായ ലേഖനം നമുക്ക് ഈ പരിജ്ഞാനത്തിന്റെ ഒരു എക്സാമ്പിളും കൂടെ ആയിക്കോട്ടെ. സോ വി വിൽ സീ ഇറ്റ് ഇൻ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡീറ്റെയിൽ. ഞാനിത് പറഞ്ഞപ്പോൾ പല സ്ഥലത്തും കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക സഭയുടെ ആൾക്കാർ എന്നെ വളരെയധികം വിഷമത്തോടെ എന്നോട് ഒത്തിരി ഇമെയിലും SMS ഒക്കെ അയച്ചിട്ടുണ്ട്, ഇനി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് പരിജ്ഞാനം എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. ഓക്കെ, പരിജ്ഞാനം എന്താണ്? ഈ എബ്രായ ലേഖനം 5-ൽ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് 7, 8 ആണ്. 7, 8, 9. ഈ 7, 8, 9 വാക്യങ്ങളിൽ പറയുന്നത്, ശരിക്കും പറയുന്നത്, യേശുക്രിസ്തു ഇഹലോക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ കർത്താവ് ശരിക്കും മരണത്തെ ഭയപ്പെട്ട് പിതാവിനോട് കണ്ണീരോടെ നിലവിളിച്ച് അഭയാചന കഴിച്ച് നിലവിളിച്ച് കണ്ണീരൊഴുക്കി കരഞ്ഞ് നിലവിളിച്ച് മരണത്തിന് രക്ഷപ്പെട്ടു. അപ്പോ ആ സഭക്കാർ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത് ഇത് യേശുക്രിസ്തു പാപം ചെയ്തു പോകാതിരിക്കാൻ വേണ്ടി കരഞ്ഞതാണ്. അപ്പോ നിങ്ങൾ എന്താ പുത്രനായ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത്? അവൻ പാപം ചെയ്യുമായിരുന്നോ? സഹോദരങ്ങളെ, ദൈവം നിത്യനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ ഈ സമയത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിത്യതയിലുള്ള പുത്രന്റെ സ്റ്റാറ്റസിന് ഒരു മാറ്റവും വരികയില്ല. അവൻ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് തിയററ്റിക്കലി പോലും, ചിന്തയിൽ പോലും ഇല്ലാതാകാൻ പറ്റില്ല, മരിച്ചു പോകാൻ ഇല്ലാതാകാനും പറ്റില്ല. കാരണം God is eternal and he is there as an everlasting pillar. അവന് സമയം കൊണ്ടുള്ള ഒരു മാറ്റവും ഉണ്ടാകാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചിലർ പറയുമ്പം അതിനർത്ഥം യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ദൈവം അല്ലാതായി പോകാമായിരുന്നു, യേശുക്രിസ്തു വേണമെങ്കിൽ ഇല്ലാതായി പോകുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. ദാറ്റ്സ് ഹെറസി. അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് കടിച്ച് പിടിച്ച് യുദ്ധം ചെയ്ത് ജയിച്ചു എന്നാ. അങ്ങനെ തിയോളജി. സഹോദരങ്ങളെ, നിങ്ങളിൽ പലരും ഇത് വിശ്വസിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഈ 7, 8, 9 വാക്യങ്ങളുടെ തൊട്ട് മുൻപും പുറകിലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കി. അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് കർത്താവ് അത്രയും കരഞ്ഞതെന്ന്. 7, 8, 9 വാക്യങ്ങൾ എന്താ പറയുന്നറിയോ? 6ഉം 10ഉം വാക്യങ്ങൾ. 6-ാം വാക്യം, അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് പറയുന്നു. 10-ാം വാക്യം, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തു ഈ 7, 8, 9 വാക്യങ്ങളിൽ ചെയ്തത് ഒരു മഹാപുരോഹിത ശുശ്രൂഷയാണ്. ഒരു പുരോഹിതൻ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? അത് 5-ാം അധ്യായത്തിന്റെ തുടക്കത്തിലുണ്ട്. മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്കായി നിയോഗിക്കപ്പെടുന്നു. ഓക്കെ, താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം
ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. അതാണ് മഹാപുരോഹിതന്റെ അവസ്ഥ. ഏത് മഹാപുരോഹിതന്റെ? മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന മഹാപുരോഹിതന്റെ അവസ്ഥ. ഓക്കെ, ഇനി ഉയരത്തിൽ നിന്ന് മഹാപുരോഹിതന്റെ അവസ്ഥ എന്താന്ന് നോക്കിയേ. അത് 4-ാം അധ്യായത്തിൽ, അത് പറഞ്ഞിട്ടാണ് ഈ 5-ാം അധ്യായത്തിൽ ഇത് പറയുന്നത്. 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ്: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്. അവൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല. ഈ 5-ൽ പറയുന്ന ഭൂമിയിൽ ഉള്ളിൽ നടക്കുന്ന ആൾക്കാരാണ്. അവർ യാഗം അർപ്പിക്കുമ്പോൾ അവരുടെ പാപത്തിനും ബലഹീന നിമിത്തം മനുഷ്യരുടെ പാപത്തിനും വേണ്ടിയാണ് യാഗം അർപ്പിക്കുന്നത്. എന്നാൽ ഉയരത്തിൽ കൂടി പോകുന്ന മഹാപുരോഹിതൻ എന്താ ചെയ്യുന്ന നോക്കിയേ? ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ ഈ 2 മഹാപുരോഹിതരുടെയും ഒരു ഡിഫറൻസ് ആണിത്. ഒന്ന് മണ്ണിൽ നിന്ന് വരുന്നവരാണ്, മറ്റൊന്ന് ഉയരത്തിലൂടെ പോയവനാണ്. ഇനി ഒരു സാമ്യമുണ്ട്. എന്താണെന്നറിയാം? 2 പേർക്കും നമ്മോട് സഹതാപമുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്ന മഹാപുരോഹിതൻ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളോട് സഹതാപം ഉള്ളതെന്നറിയാം? അവനും ബലഹീനത കൊണ്ടവനായതുകൊണ്ടാണ്. എന്നാൽ ഉയരത്തിലൂടെ കടന്നുപോയ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന് നമ്മുടെ സഹതാപം ഉണ്ടാവുന്ന എന്തുകൊണ്ടാന്ന് നോക്കി. 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമുക്ക് കഴിയുന്നു, പക്ഷെ അത് ബലഹീന നിമിത്തമല്ല, നമ്മളെപ്പോലെ പാപത്താൽ പിടിക്കപ്പെടുന്നോണ്ടല്ല, നമ്മളെപ്പോലെ വീഴ്ചയുള്ളവനായതുകൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാന്ന് നോക്കി. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. പാപം ഒഴികെയാണ് പരീക്ഷിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറയും, പാസ്റ്റർ അതൊരു ട്രാൻസ്ലേഷൻ പ്രോബ്ലം ആണ്. അങ്ങനെ അല്ല. ഇംഗ്ലീഷില് he was tempted in every way as we were yet he did not sin എന്നാണ്. അവൻ നമുക്ക് തുല്യമായി എല്ലാ അർത്ഥത്തിലും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവൻ പാപം ചെയ്തില്ല എന്നല്ലേ പാസ്റ്റർ അത്? ഇത് പറയുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ലേഷൻ ഒരുപക്ഷെ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ആയിരിക്കും, NIV. NIV ബൈബിളിന്റെ ഒരു കുഴപ്പമാണ്, അവർ വാക്കുകൾ അല്ല ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, വാക്യങ്ങൾ വായിച്ചിട്ട് അതിന്റെ ആശയമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ കിങ് ജെയിംസ് ബൈബിൾ, പഴയ ബൈബിൾ, അല്ലെങ്കിൽ ഏറ്റവും പുതിയത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ESV, ഇപ്പോൾ ബൈബിൾ സൊസൈറ്റിക്കാർ ഇറക്കുന്നത്. ഇത് രണ്ടുമാണ് ഏറ്റവും ഒതന്റിക് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ. ഇത് ഞാൻ പറയുന്നതല്ല, NIVയുടെ ഫ്രണ്ടിൽ അത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ വേർഡ് ഫോർ വേർഡ് അല്ല, വാക്കിന് വാക്ക് ട്രാൻസ്ലേഷൻ അല്ല ഇതെന്ന് NIVക്കാർ തന്നെ എഴുതിയിട്ടുണ്ട്. അതിനെ ഡൈനാമിക് ഇക്വലൻസ് ആണ് അവർ വിളിക്കുന്നത്. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ബൈബിൾ നിങ്ങൾ സംഘടിപ്പിക്കണം. ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ, ഞാൻ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആരും അല്ല കേട്ടോ, ബൈബിളിന്റെ ആളാണ്, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആളല്ല. അവരുടെ ഒരു ബൈബിൾ ഉണ്ട്. ഇത് ഈ ബൈബിള് ഞാൻ ഉപയോഗിക്കുന്ന ഹോളി ബൈബിൾ സത്യവേദ പുസ്തകം ഇംഗ്ലീഷ് മലയാളം ബൈബിൾ സൊസൈറ്റിയുടെ. ഇതിന്റെ ഒരു സൈഡിൽ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനും മറു സൈഡിൽ നമ്മുടെ പഴയ ലാംഗ്വേജിലുള്ള ബൈബിളുമാണ്. This is something that every English Malayalam knowing people should keep in their home. ഇത് ശരിക്കും ആധികാരികമായ വേദപുസ്തകത്തിന്റെ വിവർത്തനമായിട്ട് നമുക്ക് കണക്കുകൂട്ടാം. പഴയ മലയാളം ട്രാൻസ്ലേഷനും പുതിയ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ബൈബിളും. ഇത് ബൈബിൾ സൊസൈറ്റിയുടെ ബൈലിംഗ്വൽ ബൈബിൾ ഇങ്ങനെയാണ് ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ടത്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേർഷൻസ് അവൈലബിൾ നൗ. ഓക്കെ, നമുക്ക് ഇതേ ബൈബിളിലെ ഈ വാക്യം ഒന്ന് വായിക്കാം. ലിറ്ററൽ വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ ആണ്. കിങ് ജെയിംസിൽ നോക്കിക്കോ, പഴയ ബൈബിൾ, പഴയ നമുക്ക് തൗ എന്നൊക്കെയുള്ള ഒരു ബൈബിളില്ലേ, പഴയ ബൈബിള്, അതിലും ഇതിലും നോക്കാം എങ്ങനെയാണ്. 4:15 For we do not have a high priest who is unable to sympathize with our weaknesses. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. അടുത്തത്, but one, എങ്ങനെയുള്ളവൻ, who is in every respect, എല്ലാ അർത്ഥത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടും, has been tempted as we are. നമ്മൾ എങ്ങനെ പരീക്ഷിക്കപ്പെടും അങ്ങനെ തന്നെ. Yet he did not sin എന്നല്ല, yet without sin, പാപം കൂടാതെ. അവനിൽ പാപം ഇല്ലായിരുന്നു എന്ന് പോലും അല്ല. അങ്ങനെയാണെങ്കിൽ yet he was without sin എന്ന് എഴുതണമായിരുന്നു. He was tempted yet without sin. അതും ഭയങ്കരമായി പോയി. ഞാൻ ഈ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, ലിറ്ററൽ ബൈബിൾ, ഗ്രീക്ക് ബൈബിൾ, അതിന്റെ എക്സിജീസിസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഹീയും ഇല്ല, ഡിഡ് എന്നുള്ള വാക്കും ഇല്ല, യെറ്റ് വിത്തൗട്ട് സിൻ, അത്രേ ഉള്ളൂ. അതിനർത്ഥം യേശുക്രിസ്തു പരീക്ഷിക്കപ്പെടുമ്പോൾ he was not tempted with evil because God cannot be tempted by evil. ദൈവത്തെ
ഒരിക്കലും തിന്മകളാൽ പരീക്ഷിക്കുവാൻ മനുഷ്യന് കഴിയില്ല. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു, അതേ സമയത്ത് അവൻ പൂർണ്ണ ദൈവവും ആയിരുന്നു. നിങ്ങൾക്കറിയാമോ, ലോകത്തുള്ള എല്ലാ ഇവാഞ്ചലിക്കൽ സഭകളും, റീഫോംഡ് ചർച്ചസും, എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളും ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജീസസ് could never have sinned because he was always holy, and holy God he was all the time. ഇനി പക്ഷേ അപ്പൊ എങ്ങനെയാണ് ക്രിസ്തു നമ്മളോട് സഹതാപം കാണിക്കുന്നത് നമുക്ക് നോക്കാം. യേശു ക്രിസ്തുവിന്റെ പരീക്ഷണം എങ്ങനെയാണ് പാപം കൂടാതെ പരീക്ഷിക്കപ്പെടുന്നത്? ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പരീക്ഷണം കല്ലുകളെ അപ്പമാക്കി മാറ്റുവാൻ പറഞ്ഞു. അപ്പം യേശു ക്രിസ്തു ആത്മപൂർണനായിട്ടാണ് അവിടെ ചെല്ലുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളിപ്പോ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. 42 പേരുണ്ട്. 42 ക്യാമറയുണ്ട്. മേ ബി മോർ ദാൻ ദാറ്റ് അല്ലേ? എനിവേ മോർ ദാൻ ദാറ്റ്. ഓക്കെ, ഈ 42 പേരുടെയും കയ്യിൽ നയാ പൈസ ഇല്ലാത്ത ദാരിദ്ര്യ നാരായണന്മാരാന്ന് വിചാരിച്ചു. ഒരു നയാ പൈസ കയ്യില്ലാത്തവരാന്ന് വിചാരിച്ചോ? ചുമ്മാ. നിങ്ങൾ അന്ധവിശ്വാസികളൊന്നും അല്ലല്ലോ അല്ലേ? അങ്ങനെ വിചാരിച്ച് അങ്ങനെ ആവും എന്നൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. ഇയ്യോബ് ഭയപ്പെട്ടതുകൊണ്ടാണ് അവൻ അങ്ങനെ വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ ഭയപ്പെടാതിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും വരികയില്ലെന്നൊക്കെ പ്രസംഗിച്ച ആൾക്കാരുണ്ട്. പണ്ടുണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ ഓടിച്ചു, പാലം കടത്തി വിട്ടു. ഇയ്യോബ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പിശാച് വരെ പറഞ്ഞ. സാത്താനോട് ചോദിച്ചിട്ട് ഇയ്യോബിന്റെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതിലും വലിയ ഉസ്താദുകളാണ് ഇവിടെ ഇരുന്ന് ഇയ്യോബിന്റെ കുറ്റം കണ്ടുപിടിക്കുന്നത്. അതിനർത്ഥം ഇയ്യോബിന്റെ മറ്റ് സുഹൃത്തുക്കളെക്കാളും അപകടകാരികളാണ് ഈ പ്രസംഗം വരുന്നത്. കാരണം ആ സുഹൃത്തുക്കൾ തപ്പിയിട്ടും കുറ്റമൊന്നും കണ്ടില്ല. എന്തെങ്കിലും കാണുന്നവർ പറഞ്ഞോളൂ. പക്ഷെ നമ്മുടെ വിദഗ്ധന്മാർ ചകഞ്ഞ് അതിനകത്ത് വരെ കണ്ടുപിടിച്ചു. കാരണം അവർക്കൊരു എക്സ്പ്ലനേഷൻ വേണം. ഇയ്യോബ് എങ്ങനെ കഷ്ടപ്പെട്ടത്. അപ്പൊ ഈ പ്രോസ്പെരിറ്റി തിയോളജിക്കാർക്ക് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പാടാം. അതുകൊണ്ട് അവർ പറഞ്ഞു, പേടിച്ചില്ലേ നിങ്ങൾക്ക് സംഭവിക്കില്ല. പേടിച്ചാണ് സംഭവിച്ചത്. ഇയ്യോബ് പറഞ്ഞിത്രേ ഉള്ളൂ, പോകുമെന്ന് പേടിയുണ്ടായിരുന്നു, പോയി. നമ്മൾ ചിലപ്പോൾ പറയില്ല പേടിച്ചിരുന്നു അത് പോയി. പേടിച്ചില്ലെങ്കിൽ പോകില്ലായിരുന്നതിന് അർത്ഥമില്ല. പേടിച്ചിരുന്ന കാര്യം തന്നെ സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് പേടിച്ചത് കൊണ്ട് സംഭവിച്ചൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ദാരിദ്ര്യം സങ്കല്പിച്ച് നോക്കി നോക്കുമ്പോൾ നമുക്കൊന്നും സംഭവിക്കൊന്നുമില്ല കേട്ടോ. ഓക്കെ, എനിവേ അങ്ങനെ സങ്കല്പിച്ചോ. ഒരു നയാ പൈസ കയ്യിലില്ല. അപ്പൊ നമ്മളെല്ലാവരും ഒരു റൂമിൽ ഇരിക്കാന്ന് വിചാരിച്ചു. 43 പേര്. അപ്പൊ ഒരു ഭയങ്കര പണക്കാരനായ ഒരു മനുഷ്യൻ വന്നിട്ട് 43 കെട്ട് 2000 രൂപ നോട്ടുകൾ ആ മേശപ്പുറത്ത് വെച്ചിട്ട് പോയിന്ന് വെച്ചോ. ഓക്കെ, ഇതിനകത്ത് പാപം എവിടെ ഉള്ളത്? പാപം എവിടെ ഉള്ളത്? നിക്ക്, ദാരിദ്ര്യം വന്നതിൽ പാപമില്ല. ആ പണക്കാരൻ അവിടെ വന്നതിലും പാപമില്ല. അവിടെ 43 കെട്ട് 2000 നോട്ട് അവിടെ വെച്ചിട്ടും അതിലും പാപമില്ല. പിന്നെ എവിടുന്ന് പാപം വരണം? എൻ്റെ ഉള്ളിലുള്ള മോഹത്താൽ ഞാൻ അത് എടുക്കാൻ പ്രലോഭിപ്പിക്കപ്പെടണം. എങ്കിൽ മാത്രമേ അവിടെ പാപം വരുള്ളൂ. ഈ ദൈവത്തെ ആരും ദോഷങ്ങളെ പരീക്ഷിക്കുന്നില്ല, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് യാക്കോബ് പറയുന്ന കാര്യമുണ്ട്, അവനവന്റെ മോഹത്താൽ വശീകരിക്കപ്പെട്ടാണ് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത്. പാപത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് സിൻഫുൾ ഫ്ലഷ് ആണ്. അപ്പോ അവിടെ കർത്താവിന് മരണകരമായ അവസ്ഥ ഉണ്ടായി. ബട്ട് നോട്ട് എ ബാഡ് തോട്ട് കെയിം ഇൻ ഹിസ് ഹാർട്ട്. അവന്റെ ഉള്ളിൽ ഒരു പാപ ചിന്ത പോലും വന്നില്ല. പാപം ചെയ്തില്ല എന്ന് പറയുമ്പോൾ എന്താ? ചിന്ത വന്നു, യുദ്ധം ചെയ്തു, ജയിച്ചു എന്നല്ലേ? അപ്പൊ പാപ ചിന്തകൾ യേശുവിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ പാപം ചെയ്ത പോലെ തന്നെയല്ലേ പുതിയ നിയമത്തിന്റെ നിയമം അനുസരിച്ച്? യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്, യു ഓൺലി നീഡ് ടു കൺസീവ് ഇറ്റ്. യാ, റൈറ്റ്? അപ്പൊ എന്ത് വലിയ ദൈവദൂഷണമാണ് പറയുന്നത്. അപ്പൊ കർത്താവ് എങ്ങനെ നമുക്ക് എക്സാമ്പിൾ ആകുന്നതെന്നല്ലേ പ്രശ്നം? അത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മളോട് സിമ്പതി തോന്നുന്നത്? യേശു ക്രിസ്തു ഒരു 200 കിലോ വെയിറ്റ് ആണ് പൊക്കിയെന്ന് വിചാരിക്കുക. അതായിരുന്നു പൊക്കേണ്ടത്. അത് ഭയങ്കര പാടായിരുന്നു, മരണത്തോളം. കർത്താവ് ജയിക്കുമായിരുന്നു, ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആ പുത്രനെ തന്നെ വിട്ടത്. വേറെ ആര് വന്നാലും തോറ്റുപോയനെ ആ പരീക്ഷണത്തിൽ. ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ പോലും തോറ്റുപോയനെ. അതുകൊണ്ട് പിതാവ് പുത്രനെ തന്നെ വിട്ടു. തോക്കാതിരിക്കാൻ വേണ്ടിയാ വിട്ടത്. ഈ തോക്കുവെന്ന് നോക്കാൻ പറഞ്ഞല്ല യേശുവിനെ മരുഭൂമിയിലേക്ക് വിടുന്നത്. തോക്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാ. പെർഫെക്റ്റ് ലാംബ് ഫോർ ഓഫറിങ്. അത് തെളിയിക്കാൻ വേണ്ടിയാ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി. അല്ലാതെ ഒന്ന് ട്രൈ നോക്കടാ, തോക്കോ നോക്കാം എന്നൊരു ഞാണിന്മേൽക്കളി അല്ലായിരുന്നു കർത്താവിന്റെ പരീക്ഷണം. ഹി വുഡ് നെവർ ഹാവ് ഫെയിൽഡ് എന്ന് കർത്താവിന് അറിയാമായിരുന്നു. അവൻ ഊനമില്ലാത്തവനെന്ന് തെളിയിക്കപ്പെടുകയാണ് അവിടെ ചെയ്തത്. അല്ലാതെ പാപം ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി അല്ല കർത്താവിന്റെ പരീക്ഷണം. പാപം ചെയ്യുകയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഭാരം 10 കിലോ എന്ന് വിചാരിച്ചു. അപ്പൊ കർത്താവ് 10 കിലോ എടുക്കുമ്പോൾ
ഞാൻ എന്തോരം എടുത്തെന്ന് കർത്താവിന് മനസ്സിലാവും, എൻ്റെ കപ്പാസിറ്റി മനസ്സിലാവും. അങ്ങനെ 50 കിലോ എടുത്തു കഴിയുമ്പോൾ 50 കിലോ എടുത്തവന്റെ വേദന, അവിടെ വീണുപോയവന്റെ വേദന മനസ്സിലാവും. അങ്ങനെ കർത്താവ് മുഴുവൻ എടുത്തു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് വിശുദ്ധ ജീവിതം നയിക്കാൻ ഓരോ ചേസുമാരും എന്തുമാത്രം അകലത്തിലാണ് നിൽക്കുന്നതെന്ന്, എന്തുമാത്രം അവന് മുമ്പോട്ട് വരണമെന്നും. അങ്ങനെ എൻ്റെ പകരക്കാരനായി ആ ഓരോ സമയത്തും കഷ്ടതയുടെ അങ്ങേയറ്റം. ഞാൻ ഒരിക്കലും പ്രാണത്യാഗത്തോളം വിശപ്പ് സഹിച്ചിട്ടില്ല, അത്ര ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷെ കർത്താവ് സഹിച്ചു. കാരണം അങ്ങനെ സഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതിനകത്ത് എൻ്റെ സഫറിങ് ഉൾപ്പെട്ടു, അവരുടെ സഫറിങ് ഉൾപ്പെട്ടു. കാരണം കർത്താവ് നമ്മുടെ എല്ലാവരുടെയും ഭാരങ്ങളെ ചുമന്നു. അപ്പം എവിടെയാണ് ഞാൻ വീണു പോകുന്നതെന്ന് എൻ്റെ പ്രകൃതം അറിയാവുന്ന കർത്താവിന് മനസ്സിലാവുന്നു. അങ്ങനെയാണ് അവൻ എന്നോട് സിമ്പതി കാണിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എൻ്റെ വിഷയം അതല്ലല്ലോ. വിഷയം എന്താണെന്നറിയോ? ഈ മഹാപുരോഹിതൻ ഊനമില്ലാത്തവനും പാപമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അവൻ യാഗമർപ്പിക്കുമ്പോൾ ഭൂമിയിലെ യാഗ നടത്തുന്ന മഹാപുരോഹിതന്മാരെ പോലെ യാഗമർപ്പിക്കുമ്പോൾ തന്നെത്താൻ ഉള്ള ആവശ്യം, അതായത് തൻ്റെ തന്നെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കേണ്ട കാര്യമില്ല. സമ്മതിച്ചത്? അങ്ങനെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആകാശത്തിൽ കടന്നുപോയ മഹാപുരോഹിതൻ പാപമില്ലാത്തവൻ. എന്നാൽ 5:1 എന്താ പറയുന്നത്? മനുഷ്യരുടെ നിൽക്കുന്നവൻ പാവമുള്ളവൻ. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി യാഗം അർപ്പിക്കുമ്പോൾ അവന് വേണ്ടിയും കൂടെ യാഗം അർപ്പിക്കേണ്ടി വരുന്നവൻ. എന്നാൽ യേശുക്രിസ്തുവിന്റെ യാഗത്തെ വിശദീകരിച്ചിട്ട് പറയാണ് മഹാപുരോഹിതൻ മൽക്കീസേദെക്കിനെ പോലെയുള്ളവൻ. അവൻ യാഗമർപ്പിക്കാൻ നേരത്ത്, അവന്റെ ശരീരത്തെ യാഗമർപ്പിക്കാൻ നേരത്ത് അവന്റെ പാപങ്ങൾക്ക് വേണ്ടി അല്ല മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തത്. അവൻ ആർക്കു വേണ്ടി മരിച്ചോ അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ, യേശുക്രിസ്തു കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എത്ര പേർ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് വന്നിട്ടുണ്ട്? യാക്കോബ ഓർത്തഡോക്സ്, ഈ തിരശ്ശീല ഇടുന്ന ചർച്ചയിൽ അല്ലെ? ഞാൻ അങ്ങനെ വന്ന. അപ്പൊ തിരശ്ശീലയ്ക്കകത്ത് ഇരുന്ന് അച്ഛൻ മുട്ടുകുത്തി നിന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടെന്നാണ് എൻ്റെ അനുമാനം. പുള്ളി എന്തൊക്കെയാ പറയുന്നത് പുള്ളിക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഈ അതിനൊക്കെ കൃത്യമായ കൗമകളൊക്കെ കാണും. നമ്മൾ അകത്ത് കയറി ഇങ്ങനെ നോക്കിയിട്ടില്ലോ. അപ്പൊ നമ്മൾ അന്നത്തെ കാലത്ത്, ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്ന കാലത്ത് 2 രൂപ 50 പൈസയാണ് കുർബാന ചൊല്ലിക്കാനുള്ള ചാർജ്. അപ്പൊ 2 രൂപ 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ ആ കുഞ്ഞിരിക്കുമ്പോൾ എൻ്റെ പേരിൽ പറയും, ഈ കുർബാനയിൽ ചേച്ചി നിങ്ങൾ ഓർക്കുമെന്ന് പറയാം. അതിനുവേണ്ടിയാണ്. അപ്പൊ എൻ്റെ പേരിൽ കുർബാന. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പൊ യാഗം അർപ്പിക്കുമ്പോൾ അതിന്റെ ഗുണം കുറച്ച് കൂടുതൽ ഗുണം ഈ നോക്കി നിൽക്കുന്നവർക്ക് അത്രയും കിട്ടില്ല. എന്നാൽ പങ്കെടുക്കുന്നവർക്ക് ഇത്തിരി എക്സ്ട്രാ ഗുണം കിട്ടും. അങ്ങനെയാണല്ലോ ഇതിന്റെ പരിപാടി, അല്ലെ? ഓക്കെ. യേശുക്രിസ്തു യാഗം അർപ്പിക്കുമ്പോൾ മഹാപുരോഹിതനാണ്. മറ്റു മഹാപുരോഹിതന്മാരോടുള്ള വ്യത്യാസം എന്താണെന്നറിയോ? തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ പറയണ്ട, ഞാൻ ബലഹീനനും പാപിയുമായ ദാസൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു സാമാന്യ പുരോഹിതനല്ല യേശുക്രിസ്തു. അവനോട് പാപമില്ല. അതുകൊണ്ട് യാഗം അർപ്പിച്ച് അകത്ത് കമന്നു കിടന്ന് നിലവിളിക്കുമ്പോൾ, എന്നെ വിടുവിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ആരാ രക്ഷപ്പെടുന്നറിയോ? നമ്മളെ രക്ഷപ്പെടും. 6-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്ന മഹാപുരോഹിതന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്നെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് കരഞ്ഞ കരച്ചിലാണ്. അവർ പറയുന്നത് എന്നെ രക്ഷിക്കണമെന്ന് കർത്താവ് പറയുന്നത് ഈസ് എ റെപ്രസെന്റേറ്റീവ്. എനിക്ക് പകരം നിന്നോണ്ട് കർത്താവ്, മഹാപുരോഹിതൻ നിന്നോണ്ട് പറയാണ്, തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നിന്നോണ്ട് പറയാണ്, കർത്താവെ ചേസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവനെ പ്രതിനിധീകരിച്ചാൽ നിൽക്കുന്നു, അവന്റെ യാഗമൃഗമാണ് ഞാൻ, എന്നെ നീ വിടുവിക്കണേ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ആക്ച്വലി സേവിങ് മീ. ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിൽ, ഈ രക്ഷിക്കപ്പെടാൻ വേണ്ടി, സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കരയേണ്ടതായിരുന്നല്ലേ? പാപിയായ എന്നെ പിതാവ് സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് അനുതപിച്ച് എങ്ങനെ വിളിച്ച് കർത്താവിന് കരുണ തോന്നുന്നത് വരെ നിലവിളിച്ച് എന്നോട് കരുണ തോന്നി അങ്ങനെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടതായിരുന്നല്ലേ? അങ്ങനെ നമ്മൾ കരയുവോ? നരകത്തിൽ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കരയുമോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ട്? ചിലപ്പോൾ നരകത്തിൽ പോയേക്കാം എന്നൊരു സംശയം നിങ്ങൾക്ക് പലർക്കും ഇല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂസലുണ്ടോ? ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആമേൻ കർത്താവ് യേശു എന്ന് പാസ്റ്റർ പറയുമ്പോൾ പെട്ടെന്ന് ചാടി ആമേൻ പെട്ടെന്ന് വരണേന്ന് പറയുന്നില്ലേ? പോകുമെന്ന് ഉറപ്പില്ലാത്തവരും കൂടെ വന്നോട്ടെ, ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്നല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾ എന്ത് സമാധാനത്തോടെ ഉറങ്ങാൻ പോകും? കർത്താവ് വരുമ്പോൾ പോകുമെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച്, നമ്മൾ കരയുന്നുണ്ടോ? നിലവിളിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഒരു പാപി രക്ഷപ്പെടാൻ വേണ്ടി കരയുമെന്ന് പ്രതീക്ഷിക്കണ്ട. അവനാ കുഴില കിടക്കുന്നവൻ അറിയാൻ മേല. അപ്പൊ ഞാൻ എന്തുമാത്രം കരയണമായിരുന്നോ ഞാൻ രക്ഷപ്പെടാൻ, അതെല്ലാം എന്റെ മഹാപുരോഹിതൻ എനിക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിച്ചു.
കരയാൻ പോലും വയ്യാത്തത്ര ഞാൻ പാപത്തിന്റെ അടിമയായിരുന്നു. And he also cried for me with tearful cries, wailings. അവൻ അലറി കരഞ്ഞെന്ന, ഉച്ചത്തിൽ അലറി കരഞ്ഞു എനിക്ക് വേണ്ടി. And that's really, അതിന് താഴെ എഴുതിയിട്ടുണ്ട് അത് എനിക്ക് വേണ്ടിയാണ്. അതാണ് അത് ഏറ്റവും വലിയ രസം. നമ്മുടെ നിത്യരക്ഷയ്ക്ക് അവൻ കാരണഭൂതനായി തീർന്ന് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ പിതാവ് പുനരുത്ഥാനം ചെയ്തപ്പോൾ എന്താ പിതാവ് പറഞ്ഞെന്നറിയോ? നീ മരിച്ച ചേസിന്റെ മരണമല്ലേ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ശരിക്കും എന്താ സംഭവിച്ചത്? ചേസ് രക്ഷപ്പെട്ടു, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഐ വാസ് സേവ്ഡ്. അവന്റെ മഹാപുരോഹിത ശുശ്രൂഷയെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ 6-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും മഹാപുരോഹിത ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിട്ട് 7, 8, 9 വാക്യങ്ങളിൽ ഈ കഷ്ടതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് 6 തൊട്ട് വായിച്ചു നോക്കാൻ മനസ്സിലാവും. ഇനി 11-ാം വാക്യം, അതാണ് നമ്മുടെ പരിജ്ഞാനത്തിന്റെ വാക്യം. ഇത്രയും പറഞ്ഞില്ലേ, ഇനി 11-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇത് ഇത്രയും പറഞ്ഞത് തന്നെ കുളമാകും എന്ന് എഴുതിയ ആൾക്കറിയാമായിരുന്നു. ഇതുകൊണ്ട് 100,000 തിയോളജി ഉണ്ടാകുമെന്നും ദൈവത്വത്തെ വരെ നിഷേധിക്കുന്ന ഉപദേശങ്ങൾ ഉണ്ടാകുമെന്നും ആ എഴുത്തുകാരൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് 11-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഇതിനെക്കുറിച്ച് ഒത്തിരി പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്കത് കേൾപ്പാൻ പറ്റത്തില്ല. കാരണം കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തെളിയിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ അതോടെ വിടുന്നു. തമിഴ് ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ ആർക്കും തമിഴ് അറിയോ? 5:11 എന്താ പറയുന്നറിയോ? ഈ മൽക്കീസദേക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ടെന്ന്. മൽക്കീസദേക്കിനെ കുറിച്ചുള്ള ഡിസ്കഷൻ അവിടെ നിർത്തി, പറയുന്നില്ല. കാരണം അത്രയൊക്കെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഈ പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് ഇതിൽ കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാ പറയുന്നത് എബ്രായ ലേഖനകർത്താവ്. അപ്പൊ ഞാൻ ഇത് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിക്കഴിഞ്ഞപ്പം കർത്താവ്, അപ്പം ബൈബിൾ പൂർണ്ണമല്ലേ? എബ്രായ വിശ്വാസികൾ കുറച്ചും കൂടെ മിടുക്കലായിരുന്നെങ്കിൽ ബാക്കിയോട് എഴുതുമായിരുന്നല്ലോ. അപ്പൊ നമുക്കത് എങ്ങനെ എവിടെ നിന്ന് കിട്ടും? പരിജ്ഞാനത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് അത് കിട്ടണ്ടേ? പക്ഷെ ഇതിന്റെ അത്ഭുതം എന്തെന്നറിയോ? പൗലോസോ അല്ലെങ്കിൽ ആരോ ഇത് എഴുതിയത് ആരാണോ അവര് അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴത്തെ വാക്യങ്ങൾ എന്താ പറയാതെ വിട്ടത്, അത് ആത്മാവ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. എന്താണ് പറയാൻ പറ്റാഞ്ഞത്? പൂർണ്ണമായിട്ട് ഇന്ന് പറയാനോ സാധിക്കില്ല. പക്ഷെ ലെറ്റ് us see how പരിജ്ഞാനം വർക്ക്സ്. ഓക്കെ, 12-ാം വാക്യം: കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക്, കണ്ണട വെക്കാൻ മറന്നു, ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കുന്നു. ഇത് ഇന്നത്തെ ഒരു അവസ്ഥയാണ്. ആദ്യ പാഠങ്ങൾ പോലും അറിയത്തില്ലാത്ത അവസ്ഥ. കാലം നോക്കിയാൽ, ഞാൻ ഒരു ചർച്ചിൽ ചെന്നപ്പം സ്ഥലവും പറയില്ല, ചർച്ചിന്റെ പേരും പറയില്ല. ചർച്ച ചെന്നപ്പോ അവിടെ എല്ലാ പണികളും പാസ്റ്റർ ചെയ്യുന്നു. പാട്ട് എടുക്കുന്ന പാസ്റ്റർ, സങ്കീർത്തനം വായിക്കുന്ന പാസ്റ്റർ, പ്രബോധിപ്പിക്കുന്ന പാസ്റ്റർ മാത്രം, പ്രസംഗം പാസ്റ്റർ മാത്രം, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന പാസ്റ്റർ, ഹാർമോണിയം അല്ല മറ്റേ സാധനം കീബോർഡ് വായിക്കുന്ന പാസ്റ്റർ. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കാണും. അപ്പൊ ഞാനത് ചോദിച്ചു, ഈ പ്രബോധനം പറയാൻ ആരെങ്കിലും ഒക്കെ സഭയിൽ നിന്ന് ഒരാളെ ചോദിച്ചു കുട്ടി പറയാം, പാസ്റ്റർ പറയാം, എന്റെ പാസ്റ്ററെ ആര് പ്രബോധനം പറഞ്ഞാലും അറിയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ 3 വർഷം ഒന്ന് കംപ്ലീറ്റ് ആയി. ഞാൻ ചോദിച്ചു, ഈ സഭ തുടങ്ങിയിട്ട് എത്ര നാളായി? അത് 60 വർഷം. 60 വർഷം ഈ വിശ്വാസികൾ നിങ്ങൾക്ക് ദശാംശം തരുന്നില്ലേ? കണ്ട് പാസ്റ്റർ 2 വർഷം കണ്ടായാലും 1 വർഷം കണ്ടായാലും പുതിയ പാസ്റ്റർ പുള്ളി പറഞ്ഞിട്ട് കാര്യമൊന്നും. 60 വർഷം വിശ്വാസികൾ ദശാംശം തന്നില്ലേ? സ്തോത്രാഴ്ച നല്ലപോലെ ഇട്ടില്ലേ? ഈ പള്ളി പണിയാനുള്ള പൈസ അവര് തന്നല്ലേ? അതെ, അവർക്ക് എന്ത് കിട്ടി? 60 വർഷമായിട്ടും എഴുന്നേറ്റ് 5 മിനിറ്റ് വേറൊരു മനുഷ്യന് ഇടർച്ച ഉണ്ടാകാതെ ഒരു പ്രബോധനം പറയാൻ പറ്റാത്ത വിശ്വാസികൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു? എന്തവർ നേടി? ആ ചർച്ചിൽ പോയി 60 വർഷത്തിന് എന്ത് നേടി?
ഹൊറിബിൾ മെസ് അല്ലെ, നഷ്ടം. എന്ത് വലിയ വേസ്റ്റ് ആണെന്ന് ആലോചിച്ചു. യു പേ ഫീസ് ആൻഡ് ജോയിൻ യുവർ ചൈൽഡ് ഇൻ എ സ്കൂൾ and after 12 years he does not know how to write ABCD, count numbers, and knows only one thing, common blessing. ദൈവം വിടുവിക്കും ബ്രദറെ, വിഷയത്തിന് എന്താണ് വിലിറങ്ങി വരുന്ന ദൈവം. മധ്യസ്ഥ പ്രാർത്ഥന ഒരു കുറവില്ല. But only common blessing, grace, dispensing of common graces. കർത്താവ് വരും എന്നുള്ള വിശ്വാസം തന്നെ പോയി. കാരണം കോമൺ ഗ്രേസ് കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ വരുന്നു വിശ്വസിക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ചർച്ചിൽ നേരിട്ട് കാണുമെന്ന് വിചാരിച്ചോ. ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് അവസാനം ഒരു 5 മിനിറ്റ് ഇറങ്ങിയിട്ട് നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും അലർട്ട് ആൻഡ് ആക്റ്റീവ് ആവും. കാരണം അവിടെ മാത്രമാണ് നമ്മൾ കർത്താവിനെ വിളിക്കാനുള്ള ഏക കാരണം. ആ വൈബ്രേഷനിടെ വന്നു കഴിയുമ്പോഴേക്കും പ്രിയ സഹോദരങ്ങളെ, വൈബ്രേഷൻ കൊടുത്ത് എന്തും പറയാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സഭകൾ മാറിയത് ഈ അപ്പോസ്തല ഉപദേശം പഠിക്കപ്പെടാത്തതൊന്നും പഠിപ്പിക്കപ്പെടാത്തതൊന്നും. കർത്താവ് അവന്റെ സഭയെ നോക്കുമ്പോൾ ആദ്യ വിശ്വാസം ഇല്ലാത്തവരായി കാണപ്പെടുന്ന ദയനീയ അവസ്ഥയിൽ നിങ്ങൾ വിചാരിക്കാൻ ഈ ഏരിയയിലുള്ള ITC-കാരെ കുറിച്ചും ചർച്ചക്കൂടുകാരെ കുറിച്ചും AG-കാരെ കുറിച്ചും പറയുവാണ്. അല്ല, ഞാൻ പറയുന്ന ആരെ കുറിച്ചാണല്ലോ, ലോകമെമ്പാടുമുള്ള സഭകളെ കുറിച്ചാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ വിചാരിച്ചു ഈ ബ്രദറൻ ചർച്ച കുറച്ച് ഭേദമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമൺ ഗ്രേസിന്റെ ഡിസ്പെൻസറായി വന്നു കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് സംഭവിച്ച ഒരു വലിയ പരാജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പരിജ്ഞാനത്തിലേക്ക് വളരാൻ പറ്റാത്ത, ലോകമെമ്പാടുമുള്ള സഭയുടെ കാര്യം പറയുന്നത്. നോട്ട് ജസ്റ്റ് വൺ ചർച്ച്, യു ഗോ എനിവേർ, യു ഡോണ്ട് ഹിയർ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ലൈഫ്. കേൾക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ഭാഗം അടഞ്ഞു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. ഈവൻ ഇൻ ചർച്ചസ് ഓഫ് repute, you don't listen about dying with Christ, living in his life. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഭാരമാണ്. ഈ ഭാരമാണ് ഞാൻ അൺബർഡൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ കല്ലിശ്ശേരിയിലെ സഭയ്ക്ക് അത് മനസ്സിലായാൽ രക്ഷപ്പെട്ടു. ബിക്കോസ് വൺ മാൻ ഈസ് ഇനഫ് ടു ബ്രിങ് ദിസ് ന്യൂസ് ടു എവരി വൺ. അത് മൾട്ടിപ്ലിക്കേഷൻ പോലെ പോകേണ്ട ഒരു മെസ്സേജാണ്. കർത്താവിന്റെ ജീവനായിട്ട് കാത്തിരിക്കുക, അവന്റെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. ഈ പരിജ്ഞാനം ഇന്ന് വരാത്തതിന്റെ കാരണം ഇതാണ്. ഈ എത്ര വർഷം കഴിഞ്ഞാലും ഈ വൈബ്രേഷനിലൂടെ എന്തും വിശ്വസിക്കണം. അതായത് ആ ഒരു സ്റ്റൈലിൽ പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന ഈ മഹാപുരോഹിതന്റെ കാര്യം ഇങ്ങനെയാണ്. 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തില്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരെ, അവിടെയാണ് നമ്മൾ നിർത്തിയത്. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. എപ്പോഴും പാൽ. ചില സഭയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പാസ്റ്റർ പറയും, അതെ പാസ്റ്റർ, ഇവിടെ കുറെ പുതിയ വിശ്വാസികളുണ്ട്, അതുകൊണ്ട് ഇത്തിരി കട്ടി കുറച്ച് പറയും. ഇപ്പൊ അങ്ങനെ പറയാറില്ല, കാരണം എന്നെ അറിയാം. ഇപ്പം നേരത്തെ അറിയത്തില്ലായിരുന്നു. ഈ ആൾക്കാർ വിളിക്കുന്നത് നല്ലപോലെ പ്രസംഗിക്കുന്ന, നല്ല സ്റ്റൈലായിട്ട് പ്രസംഗിക്കുന്ന വിചാരിച്ച ആൾക്കാർ വിളിക്കുന്നത്. എന്നെ 2-3 പ്രാവശ്യം വിളിക്കും, മനസ്സിലാവും അത് വലിയ കാര്യമൊന്നുമില്ല. കാരണം അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കട്ടിയുടെ കാര്യമൊന്നും പറയാറില്ല. അപ്പൊ എന്താ ഇങ്ങനെ കട്ടി പറയരുതെന്ന് പറയാൻ, പുതിയ വിശ്വാസികൾ ഉണ്ടെന്നുള്ളതാണ്. കാരണം പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന് ഇത് കർത്താവിന്റെ ക്രൂശ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിട്ട് പോകും. അത് പാസ്റ്ററിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഈ പാൽ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോൾ വേറൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ? 50 വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന അച്ചായൻ അപ്പുറത്ത് നിന്ന് പാൽ കുടിക്കുന്നുണ്ട്. ജീവിതത്തിൽ കട്ടിയാഹാരം കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ കട്ടിയാഹാരം കഴിച്ചിട്ടില്ല. ക്രൂശിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കറിയോ, ബൈബിളിൽ തന്നെ കട്ടിയാഹാരം നൽകുന്ന ഒരു സിസ്റ്റം നമുക്ക് കാണാം. അതായത് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ആദ്യകാലത്ത് സഭയുടെ തുടക്കത്തില് ഒത്തിരി കോമൺ ഗ്രേസ് കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്. അതായത് നിഴലടിക്കുമ്പോൾ സൗഖ്യം വരുന്നു, ഒത്തിരിയും വീണും സൗഖ്യം വരുന്നു, വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുമ്പോൾ സൗഖ്യം വരുന്നു, എവിടെ പോയാലും രോഗസൗഖ്യം അത്ഭുതങ്ങളും ഭയങ്കരമായിരുന്നു. പക്ഷെ കുറെ അങ്ങോട്ട് മുമ്പോട്ട് പോയി നോക്കി, കർത്താവ് ഇത്തിരി കട്ടിയാക്കി കാര്യങ്ങൾ. അപ്പോസ്തലന്മാർക്ക് നിങ്ങൾക്കറിയോ, എപ്പഫ്രാദിത്തോസ് രോഗിയായിരുന്നപ്പോ മരിച്ചു പോകുന്ന പൗലോസ് പേടിക്കുമായിരുന്നു. ഒത്തിരിയും കൊണ്ടിട്ടാ പോരായിരുന്നോ? മർക്കോസ് രോഗിയായപ്പോ പറഞ്ഞ് വീട്ടിൽ വിടുമായിരുന്നു. കൈവീശിയാ പോരായിരുന്നു, നിഴലടിപ്പിച്ചാ പോരായിരുന്നു. എന്താ അങ്ങനെ ചെയ്തേ? ഇപ്പൊ ഞാൻ വിശ്വാസി വന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറയാം, കർത്താവ് എന്റെ തലവേദന മാറ്റി തരണേ. അപ്പൊ തന്നെ കർത്താവ് മാറ്റി തരുമായിരുന്നു.
പക്ഷെ ഇപ്പൊ തലവേദന വരുവാണെങ്കിൽ കർത്താവിന്റെ തലവേദന മാറ്റി തന്നെ എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കും, നിനക്ക് എന്റെ കൂടെ ഇത്തിരി കഷ്ടം അനുഭവിക്കാൻ പോലും പറ്റാതായോ, നീ ഇന്നും പാല് കുടിക്കുന്ന പരിപാടിയാണോ? അപ്പൊ ഞാൻ പറയില്ല കർത്താവ്, നിന്റെ കൂടെ കഷ്ടം അനുഭവിക്കാണ്ട് എന്നെ വിളിച്ചിരിക്കുന്നു, ഈ വേദനയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതാണ് ശരിക്കും ആ ഒരു തലത്തിലേക്ക് നമ്മൾ എപ്പോഴെങ്കിലും വളരണ്ടേ. ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ ചർച്ചിലൊരു ആന്റി ഉണ്ട്. 4 വർഷം മുമ്പ് ആന്റിക്ക് ഇടത് കാലിന് ഇത്തിരി സ്വാധീനക്കുറവുണ്ട്. ഇടതുകാലിന് ഇത്തിരി സ്വാധീനക്കുറവുണ്ടായതുകൊണ്ട് ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി തലയിലൊരു ട്യൂമറുണ്ട്. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ക്യാൻസർ 4th സ്റ്റേജ്. ഡോക്ടർ പറഞ്ഞു മാക്സിമം 3 മാസം. അപ്പൊ ഈ അങ്കിളിന് ഒരു ആഗ്രഹം, ഇത് ഭാര്യയോട് അങ്ങ് പറയാൻ തുറന്ന് മറച്ചു വെക്കണ്ട. അപ്പൊ തന്നെ പുള്ളി പോയി അപ്പൊ തന്നെ പറഞ്ഞു, വിവരം പറഞ്ഞു. അപ്പൊ ആന്റി ഇത് കേട്ട ഉടനെ അങ്ങ് റിജോയ്സ് ചെയ്യുകയോ ചെയ്ത്. പുള്ളിക്കാർ പറഞ്ഞു കർത്താവിന്റെ അടുത്തേക്ക് പോകാനുള്ളതല്ലേ, അതിപ്പോ ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും എന്താ. ഷി വാസ് ക്വൈറ്റ് നോർമൽ. ഞങ്ങൾ 3-4 ദിവസം കഴിഞ്ഞ് ആന്റിയെ വെളിയിലെ റൂമിലേക്ക് ICUയിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. ICU തന്നെയായിരുന്നു, അല്ല റൂമില. ഞങ്ങൾ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരാഴ്ചയായി തോന്നുന്നു, എനിക്ക് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഈ ആന്റിയുടെ ചുറ്റും 2-3 നേഴ്സുമാർ ഇന്ന് കരയുന്നുണ്ട്. ഞാൻ എന്ത് സംഭവിച്ചെന്ന് പോയി നോക്കുമ്പോൾ ആന്റി അവരോട് സുശീലം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പുള്ളിക്കാരി വയ്യാതെ, കൈക്ക് സ്വാധീനം കുറച്ചുകൂടെ നഷ്ടപ്പെട്ടു സർജറി കഴിഞ്ഞപ്പോൾ. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ആ മരുന്നിന്റെ ട്രെയിൽ വെച്ച് പേപ്പറിൽ സുവിശേഷ ട്രാക്ട് എഴുതി ഡോക്ടർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ മുമ്പോട്ട് വിശദീകരണം ജീവിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആന്റി ഒരു ലെറ്റർ എഴുതി ഭർത്താവിന് ഉൾപ്പെടെ എഴുതി വെച്ചിരുന്നു. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ രോഗമെല്ലാം മാറും. അപ്പം ആന്റി പറഞ്ഞു പ്രാർത്ഥിക്കണ്ട എന്റെ രോഗം മാറാൻ, കാരണം അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഇവിടെ ജീവിച്ചാലും അങ്ങോട്ട് പോയാലും എനിക്കൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഞാൻ ഇനി എത്ര നാളുണ്ടെങ്കിലും കർത്താവ് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം പൂർത്തിയാക്കാനുള്ള കൃപ, ആ വിശുദ്ധീകരണം ഒന്ന് പൂർത്തിയാക്കാനുള്ള കൃപ എനിക്ക് തരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞു സഭയുടെ കടമയാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞങ്ങൾ തീർച്ചയായിട്ടും രോഗം മാറാൻ വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, പക്ഷെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇങ്ങനെയോടെ ചോദിച്ചു, പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ ഇത്ര ധൃതിയാണ് എന്ന് ചോദിച്ചു. പക്ഷെ ഇപ്പൊ 4 വർഷമായി ഷീസ് ഗെറ്റിംഗ് ഓൺലി ബെറ്റർ. കഴിഞ്ഞ ദിവസം പോയി സ്കാൻ ചെയ്തപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു അന്ന് അതുപോലെ തന്നെ ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ദർ ഇസ് നോ ഗ്രോത്ത്, ഇറ്റ്സ് നോട്ട് ഡെവലപ്പിംഗ്. അത് ഞങ്ങളുടെ ചർച്ചയിൽ ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം പറഞ്ഞു ഇത് 3 മാസത്തിനപ്പുറത്ത് പോയാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിന്റെ അത്ഭുതം എന്ന് ഞാൻ അത് ഏറ്റു പറയാൻ ഉള്ള മെഡിക്കലി 4 വർഷമായി. ബട്ട് ഷീസ് ഓൺലി ഗെറ്റിംഗ് ബെറ്റർ. ബട്ട് എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം. മനുഷ്യന്റെ കാര്യമല്ലേ, കൊറോണ വന്ന് എന്ത് വന്നാലും. ആ ഒരു സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടല്ലോ, കർത്താവിന്റെ പ്രസൻസിൽ ആസ്വദിക്കാൻ പറ്റുന്ന, ആ പ്രസൻസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഗ്രേസ്. ഞാൻ ഒരു സ്റ്റോറിയുടെ പറയാം. എന്റെ മുമ്പിൽ 3 മിനിറ്റ് കൂടെ ഉണ്ട്, തീർന്നിട്ടില്ല ഈ വാക്യം, 3-4 മിനിറ്റ് കൂടെ. ഒരു സഹോദരി എന്നെ ഒരു ദിവസം വിളിച്ചു, ഈ സ്പെഷ്യൽ ഗ്രേസ് കിട്ടാതെ പോകുന്നത് എങ്ങനെയാന്നുള്ളതാണ്. അവരുടെ ചർച്ചിൽ ഒരു ലേഡി ഇതുപോലെ വളരെ സീരിയസ് ക്യാൻസർ ആയിട്ട് പാലിയേറ്റീവ് കെയർ സെന്ററിലാണ്, വളരെ മരണാസന്നയായിട്ട് കിടക്കുകയാണ് പാലിയേറ്റീവ് കെയർ. ഇവരെ കാണാൻ വേണ്ടി സിസ്റ്റർ പോവാം. ഇപ്പൊ പോകുന്നതിന് മുമ്പ് പാസ്റ്ററോട് ചോദിച്ചു, അവരുടെ വിശ്വാസമൊക്കെ എങ്ങനെയുണ്ട് പാസ്റ്റർ? പാസ്റ്റർ നല്ല വിശ്വാസമാണ്, സ്ട്രോങ് ഫെയ്ത്ത് ആണ്, ധൈര്യമായിട്ട് പോയി സംസാരിച്ചോളാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരി സഭയിൽ 1-2 വിശ്വാസം, എനിക്കത് പാസ്റ്റർ ഉണ്ടായിരുന്നു തോന്നുന്നു, നോട്ട് സർട്ടൻ, ഐ ഷാൽ കൺഫേം വിത്ത് ഹർ വൺസ് അഗൈൻ. ഇവരൊന്നുകൂടെ അവരുടെ വീട്ടിൽ ചെന്ന് ഇവരെ കണ്ടു, വളരെ അവശാവസ്ഥയിലാണ്. അപ്പം ചോദിച്ചു, പറഞ്ഞിങ്ങനെ യാദൃശ്യ ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ എന്ത് വിഷമിക്കാനൊന്നുമില്ല, കാരണം നമ്മളെല്ലാം ഇപ്പൊ നമ്മൾ തന്നെ ആരാദ്യം മരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്കെല്ലാം നിത്യമായ ഒരു വാസസ്ഥലം സ്വർഗത്തിലുണ്ട്, അതല്ലേ നമ്മുടെ എല്ലാം പ്രത്യാശ. ഈ ലോകത്ത് ഇപ്പൊ എത്ര നാൾ ജീവിക്കുന്നത് അത് വലിയ കാര്യമാണ് എന്ന് ചോദിച്ചപ്പോ, ഈ പാസ്റ്ററാണോ അതോ അവിടുത്തെ മൂപ്പന്മാരാരോ ഒരാൾ ഉടനെ പറഞ്ഞു, എന്റെ സഹോദരി മിണ്ടാതിരിക്കുക, അവരുടെ ഉള്ള വിശ്വാസം കളയല്ലേ. എന്താ ഈ വിശ്വാസം? അവര് വിശ്വസിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ രക്ഷപ്പെട്ട് രോഗത്തെ ജയിച്ച് വെളിവരുന്ന, അത് നല്ല വിശ്വാസമൊക്കെയാ, പക്ഷെ പ്രത്യാശയുടെ ഉറപ്പല്ല. പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പാണ് സ്പെഷ്യൽ ഫെയ്ത്ത്. ഇത് കോമൺ ഫെയ്ത്ത്, എല്ലാ മതങ്ങളിലുള്ള ഫെയ്ത്താണ്. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഈ സ്പെഷ്യൽ ഗ്രേസ് അവർക്ക്
കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്താ? അതല്ല ഉപദേശിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് ഉപദേശിക്കപ്പെടാത്തതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മനുഷ്യരെപ്പോഴും ഈ ലോകത്തിൽ, അതുകൊണ്ട് ഞായറാഴ്ചകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയല്ലോ കേട്ടോ, ദയവായിട്ട് ഈ 2 പ്രസംഗമെങ്കിലും നിങ്ങൾ കേട്ടില്ലേ? നാളെ ഞാനുണ്ടോ കർത്താവ് വരുമോ എന്ന് അറിയത്തില്ലോ. 2 പ്രസംഗം തീരാറായല്ലോ. ഇനിയെങ്കിലും നിങ്ങൾ ഞായറാഴ്ച വന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ച ഒട്ടക്കാലം മുഴുവൻ അനേകം ആൾക്കാർ മരിച്ചു പോയി, ചിലർ രോഗാവസ്ഥ കിടക്കുന്നു, എന്നെ മാത്രം ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ചെന്ന് നന്ദി പറയരുത്. സത്യത്തിൽ നമ്മൾ എന്താ പറയുന്നറിയോ? കർത്താവെ, ഇന്നും ഈ ആഴ്ച നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാതെ, നിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാതെ അവരെല്ലാം കൊണ്ടുപോയിട്ട് എന്നെ ഇവിടെ തന്നെ ഇട്ട നിന്റെ കൃപ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ലെന്നായി പറഞ്ഞു. അത് കർത്താവ് കേൾക്കുന്നുണ്ടെന്നെങ്കിലുള്ള ഒരു ലജ്ജ നമുക്ക് തോന്നണ്ടേ ശരിക്കും? അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയെങ്കിലും നിങ്ങൾ ഇനി പറയാതിരിക്കണം. അത്രയെങ്കിലും നിങ്ങൾ ചെയ്ത ഈ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വേണേൽ പറയാം. ഓക്കെ, എന്താണ് സ്പെഷ്യൽ ഗ്രേസ്? ഇനി ജസ്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. ഈ 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നത് നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവർക്ക്, ഈ നീതിയുടെ വചനം എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കും. പരിചയമില്ലാത്തവർക്ക് ശിശുവാണ് അവൻ എപ്പോഴും. അവൻ കട്ടിയായുള്ള ആഹാരം പറ്റത്തില്ല. കട്ടിയായുള്ള ആഹാരം ആർക്ക് മാത്രമേ പറ്റുള്ളൂ? നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യാസമുള്ള ഇന്ദ്രിയങ്ങളായി പ്രായം തികഞ്ഞവർക്കേ പറ്റുള്ളൂ. അപ്പൊ സ്വർഗീയ അനുഗ്രഹങ്ങൾ, ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ പ്രായം തികയണം. അതിനൊരു മെച്യൂരിറ്റി ഉണ്ടാകണം. ആ മെച്യൂരിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നീതിയുടെ വചനത്തിൽ പരിചയം ഉണ്ടാകണം. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, ഈ നീതിയുടെ വചനത്തിൽ പരിചയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ മാങ്ങാപ്പഴത്തിന്റെ എക്സാമ്പിൾ. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. 1 മിനിറ്റ് അല്ലല്ലോ, അതൊന്നുകൂടെ കേട്ടോ. ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു മാങ്ങാപ്പഴം പോലെയാണ്. ഇപ്പൊ നിങ്ങളോട് പറയാണ് 10 മിനിറ്റ് സമയം തരാം, മാങ്ങാപ്പഴം മുഴുവൻ തീർക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു മാങ്ങാപ്പഴം നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു പ്രശ്നമുണ്ട്. മാങ്ങയുടെ പഴവും ഞെട്ടും തൊലിയും നിങ്ങൾ തീരുമാനിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ആ മാങ്ങേണ്ടി തിന്ന് തീർക്കാൻ പറ്റില്ല. എഗ്രീഡ്? അതുപോലെയാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം പുറമേ നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. വിഗ്രഹം ഉണ്ടാകരുത്, വിചാരം ചെയ്ത് മോഷ്ടിക്കരുത്, കൊല്ലരുത്, വളരെ എളുപ്പമാണ്. പക്ഷെ അതിനകത്തൊരു ആത്മീക പ്രമാണം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പഴയ നിയമത്തിൽ. കർത്താവ് പറഞ്ഞു, ഞാൻ പൂർത്തിയായിട്ടില്ല മക്കളെ, നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ട് പൂർത്തിയായിട്ടില്ല, ഞാനത് പൂർത്തിയാക്കാൻ വന്നതാ, ഞാൻ അതിനകത്ത് മാങ്ങാൻ്റെ ഇങ്ങ് എടുത്ത് കാണിച്ചു തരാം. എന്ത് ചെയ്യും? നീതിയുടെ വചനം, ഈ നീതിയുടെ വചനം അത് നമ്മുടെ 2-ാമത്തെ അനുഗ്രഹത്തിൽ വരുന്നതാ. അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള പരിജ്ഞാനവും അടുത്ത നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇപ്പൊ റൈച്ചസ്നെസ്, ആ നീതിയുടെ വചനം, അതിൽ പരിചയം ഉണ്ടെങ്കിലേ പരിജ്ഞാനത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ മാങ്ങന്റെ എങ്ങനെയാണ് നമുക്ക് ആ കട്ടിയുള്ള നീതി, പുതിയ നിയമത്തിൽ അനുസരിക്കാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ നീതി, കണ്ണു ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുന്ന, സ്വത്തെല്ലാം വിട്ട് ദരിദ്രർക്ക് കൊടുക്കുന്ന, എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന, ഫിസിക്കലി സാധ്യമല്ലാത്ത, ഫ്ലഷിനാൽ സാധിക്കാത്ത, എന്നാൽ ക്രിസ്തുവിന്റെ അനുസരണത്താൽ നമുക്ക് സാധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീകമായി അതിനനുസരിക്കാൻ പറ്റുന്ന എങ്ങനെയാണ്, അനുസരണം നമ്മളിലേക്ക് വരുന്നത് എങ്ങനെയാണ്, അതും മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് പരിജ്ഞാനം എന്ന വലിയ ഗിഫ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഗിഫ്റ്റ്സ് ഇൻ ദ ലോർഡ്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ആത്മീക അനുഗ്രഹങ്ങളെല്ലാം വളരെ സ്പെഷ്യൽ ആൻഡ് പ്രഷ്യസ് ആണ്. അത് എന്തിനു വേണ്ടിയാണ് തരുന്നത്? നമ്മൾ ഇന്നലെ വായിച്ചു, അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിലാക്കി. അവനിലാക്കിയത് കൊണ്ട് അവൻ നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് പുത്രനിലൂടെ ഞങ്ങളെ അങ്ങയുടെ ദൈവിക സ്വഭാവത്തിന്റെ പങ്കാളികളാക്കുവാൻ ആഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അതിനുവേണ്ടി എല്ലാ പ്രൊവിഷനും തന്ന ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം കർത്താവെ, പുത്രനിലുള്ള ഭക്തിയോടെ പരിജ്ഞാനത്തോടെ ജീവിക്കുവാൻ വേണ്ടതെല്ലാം ഓരോ ദിവസവും ഞങ്ങൾക്ക് തരുന്ന അങ്ങയുടെ ധനസമൃദ്ധിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളത് അവകാശമാക്കാതെ ഞങ്ങൾ പലപ്പോഴും ഈ കോമൺ ഗ്രേസിന്റെ ഡിസ്പെൻസറിയിൽ ആശ്രയിച്ച് കർത്താവെ, അത് ഞങ്ങൾക്ക് അങ്ങ് തന്നത് തന്നെയാണ്. പക്ഷെ അതിൽ മാത്രം നോക്കി കർത്താവെ, ഞങ്ങളെ തന്നെ ഗുണമില്ലാത്തവരും ഫലമില്ലാത്തവരും നിഷ്ഫലന്മാരുമാക്കി മാറ്റിയിരിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ സഭയോട്, ഞങ്ങളുടെ ദേശത്തോട്, സഭകളോട്, ഞങ്ങളോട് കരുണ തോന്നണമേ. പുത്രന്റെ ധനങ്ങളിലേക്ക്, ധനസമൃദ്ധിയിലേക്ക് ഞങ്ങളെ അവിടുന്ന് റിസ്റ്റോർ ചെയ്യണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.